ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ഈ വ്യാഴാഴ്ച സത്യം നിൽക്കുമ്പോൾ ഒരുപാട് വാർത്തകൾ ഉണ്ട് അല്ലേ സിന്ധു? ഒരുപാട് വാർത്തകൾ ഉണ്ട്, മാത്രമല്ല അതിഥികളുണ്ട്. ഇവരൊക്കെ ചേർന്ന് നമുക്ക് പോകാം. ഇനിയുള്ള 1.5 മണിക്കൂർ 8:30 വരെ. ഇന്നലെയാണ് നിപ്പയ്ക്ക് പിന്നാലെ എംപോക്സ് ഒക്കെ സ്ഥിരീകരിച്ചത്. അപ്പോൾ ആ വാർത്തയിലേക്ക് പോകണം. ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട്. ഇന്ന് തെരച്ചിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതുണ്ട്. ഇനിയൊപ്പം രാജ്യാന്തര വാർത്ത നോക്കുകയാണെങ്കിൽ ഈ വാക്കി ടോക്കി സ്ഫോടനം അല്ലേ, എത്ര ഇല്ലാത്ത തരത്തിലുള്ള സ്ഫോടനങ്ങളാണ് ഇപ്പം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും അതുപോലെ തന്നെ US തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വാർത്തകളും നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ. ഒപ്പം ഈ നടി ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി ഒരുപക്ഷെ ഇന്ന് ജയിൽ മോചിതനാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യും. നമുക്ക് വിശദമായി നോക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൽദോപ്പോൾ പുതുശ്ശേരി, ഞാൻ ക്രിസ്റ്റീൻ നായർ. ഓക്കെ. അപ്പൊ അത് നമ്മൾ പോവുകയാണ് മലപ്പുറത്തേക്ക്. അവിടെ നിപയ്ക്ക് പിന്നാലെ എംപോക്സും സ്ഥിരീകരിച്ചതോടെ നിയന്ത്രണം കർശനമാക്കുകയാണ് ആരോഗ്യ വകുപ്പ്. UAE നിന്നെത്തിയ എടവണ്ണ സ്വദേശിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ്. വിമാനത്താവളം മുതലുള്ള റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. VK ജിഷാദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ജിഷാദ്, ഈ ഏത് വേരിയന്റ് ആണ് ഈ എംപോക്സിൻ്റെത് എന്നുള്ളത് അത് ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. നിലവിൽ തൃപ്തികരമല്ലേ ആ യുവാവിന്റെ ആരോഗ്യാവസ്ഥ? എൽദോ, കേരളത്തിൽ വിദേശത്ത് നിന്ന് എത്തിയ യുവാവിനാണ് എംപോക്സ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് കർശന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം എടവണ്ണ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തുന്നവർക്കുൾപ്പെടെ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ലക്ഷണമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ ഉൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളും ശക്തമായ നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ ഏതെങ്കിലും രോഗലക്ഷണം ഉണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. എൽദോ, റൈറ്റ്. ജിഷാദ്, ഈ മറ്റൊരു കാര്യം കൂടി, അതായത് ഈ സമ്പർക്ക പട്ടിക തയ്യാറാണ്, റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് വിമാനത്താവളം മുതലുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അവിടെ? എൽദോ, എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യുവാവിന്റെ റൂട്ട് മാപ്പ് അടുത്ത ദിവസം തന്നെ ഇറങ്ങും. അതനുസരിച്ച് ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കും. ഇപ്പോൾ യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റൈറ്റ്. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. എംപോക്സ് ജാഗ്രതയിലാണ് സംസ്ഥാനം. സമ്പർക്ക പട്ടിക തയ്യാറാണ്. വലിയ ജാഗ്രത പുലർത്തണം, മുൻകരുതലാണ്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനം. ഈ കൃത്യമായി നമുക്ക് മുൻകരുതലെടുത്താൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങളെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ വ്യാധികളെ നമ്മൾ മറികടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാലവും കടന്നു പോകും, എംപോക്സിനെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിഷാദ് ഉണ്ടല്ലോ അല്ലേ? ഒരു കാര്യം കൂടി, അതായത് ഈ എംപോക്സ് മറ്റൊരു സാധ്യത കൂടിയൊക്കെ സംശയത്തിനുണ്ട്. പക്ഷെ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. എങ്കിൽ പോലും ആ പ്രദേശത്ത് മാത്രമാണോ, അല്ലെങ്കിൽ ആ സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾക്ക് മാത്രമാണോ ക്വാറന്റൈൻ? ഇനി ഈ പൊതു ഇടങ്ങളിൽ കൂടിച്ചേരൽ പാടില്ല, അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തിയേറ്ററുകൾ, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് ദുബായിൽ നിന്നും യുവാവ് നാട്ടിലെത്തിയത്. തുടർന്ന് ത്വക്ക് രോഗ വിഭാഗത്തിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. അന്ന് തന്നെ ഇയാൾക്ക് തീവ്രമായ തലവേദനയും അതുപോലെ തന്നെ ഡയറ്റ് തുടിപ്പും ഡോക്ടർമാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് എംപോക്സിന് സമാനമാണെന്ന് ഡോക്ടർമാർ അന്ന് തന്നെ നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യുവാവിന്റെ സെറസ് സാമ്പിൾ അയക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ആയത്. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ മീറ്റിംഗ് കൂടിയിരുന്നു. യുവാവിന്റെ റൂട്ട് മാപ്പ് സംബന്ധിച്ചും അതുപോലെ തന്നെ ആൾക്കാരെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ വിവരം യുവാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എൽദോ, ജിഷാദ്, അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ടെസ്റ്റുകളും മറ്റും നടക്കുന്നത് എങ്ങനെയാണ്? യുവാവിന്റെ സെൽഫ് സാമ്പിൾ ആണ് ഇപ്പോൾ ടെസ്റ്റിന് എടുത്തിരിക്കുന്നത്. ഇയാളുമായി കോൺടാക്റ്റിൽ ഏർപ്പെട്ട ആൾക്കാരെ ഇപ്പോൾ നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. അവരുടെ സെൽഫ് സാമ്പിളുകൾ ഇന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ഇത് ലഭിക്കുന്നതിനനുസരിച്ചാണ് കൂടുതൽ ആളുകളെ നിരീക്ഷണത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്. റൈറ്റ്. എന്തായാലും മലപ്പുറത്ത് ജാഗ്രത ഉണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ജാഗ്രത പുലർത്തുക, മുൻകരുതലെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങൾ നമ്മൾ പരമാവധി ചെയ്യാൻ സാധിച്ചാൽ നമുക്കിതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലേ?
അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാണ് കൃഷ്ണന്ത് പോവാ? നമ്മളിനി ഷിരൂരിലേക്കാണ് പോകുന്നത്. ഓക്കെ. കർണാടക ഷിരൂരിൽ കാണാതായ അർജുനും മറ്റ് 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കാർവാർ തീരത്ത് എത്തിച്ചിട്ടുണ്ട്. വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാനാണ് പദ്ധതി. നാവികസേനയും ദുരന്ത നിവാരണ സേനയും സംയുക്തമായിട്ട് തെരച്ചിൽ നടത്തും. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. വീണ്ടും ഷിരൂരിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. ബൈജു, ഞാൻ ഇപ്പോഴും ആദ്യ ദിവസം നമ്മൾ അർജുനെ തേടി അർജുനായുള്ള ഒരു വലിയ പ്രയത്നം അവിടെ നടത്തിയത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. വീണ്ടും അർജുന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് തിരികെ കിട്ടാൻ, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിലാണ്. എങ്ങനെയാണ് ബൈജു, ഈ ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിലുള്ള സാധ്യത എപ്പോഴത്തേക്ക് ആരംഭിക്കാൻ കഴിയുമായിരിക്കും? തീർച്ചയായും എൽദോ, ഈ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് എൽദോ സൂചിപ്പിച്ചതും. അത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ തീരത്താണ്. ഇവിടെയാണ് ഈ ഡ്രഡ്ജർ, അതായത് ഇന്ന് വൈകിട്ടോടുകൂടി എത്തുക. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എൽദോ, ഈ കാണുന്ന ഈ സ്ഥലം, ഇവിടെയാണ് ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട ആ സ്ഥലം, ഇവിടെയാണ് ഈ ഡ്രഡ്ജർ എത്തി തിരച്ചിൽ നടത്തുക. നമുക്കറിയാം, പുഴയുടെ ഒഴുക്കൊക്കെ കുറഞ്ഞ് തെളിഞ്ഞ ഒരു രീതിയിൽ തന്നെയുണ്ട്. ഒരുപാട് മൺകൂനുകൾ, നേരത്തെ നമ്മൾ കണ്ടതിലും വ്യത്യസ്തമായി വലിയ തോതിൽ മൺകൂനുകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത്രത്തോളം വെള്ളം ഇവിടെ കുറഞ്ഞിരിക്കുന്നു. വളരെ അനുകൂലമായ കാലാവസ്ഥ എന്ന് പറയേണ്ടി വരും. മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ ഇപ്പോൾ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും ഇന്നലെയാണ് ഇത്തരത്തിൽ കാർവാർ തുറമുഖത്തേക്ക് എത്തിയത്. അവിടെ നിന്നും രാത്രി 9 മണിയോടുകൂടി ഈ ഗംഗാവലി പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇതിന്റെ സമുദ്ര തീരത്ത് എത്തി വൈകിട്ടോടുകൂടി വേലിയിറക്ക സമയത്ത് മാത്രമാണ് ഇവിടത്തേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത്. കാരണം വേലിയിറക്ക സമയത്തായിരിക്കും നമുക്ക് ഇതിൽ 2 പാലങ്ങൾ വരുന്നുണ്ട്. ആ പാലത്തിന്റെ ഇടയിലൂടെ ഈ പുഴയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കരയിൽ ഈ ഭാഗത്തുകൂടിയായിരിക്കും, കാരണം കുറച്ച് ആഴമുള്ളത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തുകൂടിയായിരിക്കും ഡ്രഡ്ജർ എത്തുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ സ്ഥലത്ത് ഡ്രഡ്ജർ, ഈ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ നിൽക്കുകയും ഇവിടെ തെരച്ചിൽ നടത്താം. ഈ സ്ഥലത്താണ് ആദ്യം തെരച്ചിൽ നടത്തുക. ഇവിടെയാണ് ലോറി കൃത്യമായി സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയ ആ സ്ഥലം. ഇതിന് തൊട്ടടുത്തായി ഒരുപാട് മരങ്ങളും ഒക്കെ മൺകൂനങ്ങളും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ ഇപ്പോഴുള്ള സ്ഥലത്ത് വലിയ ആഴമുണ്ട്. മണ്ണിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ ലോറി ഉള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണ് കൂടുതൽ അടിഞ്ഞ് ഈ ലോറിയുടെ മുകളിൽ ഉണ്ട് എന്നതാണ് നേവി ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം ജിതിൻ കൂടി ചേരുന്നുണ്ട്. ജിതിൻ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. ജിതിൻ, ഇന്ന് തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ്. എത്രത്തോളം കുടുംബത്തിന് ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും ഏകദേശം 1 മാസത്തോളമുള്ള കാത്തിരിപ്പായിരുന്നു ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് ഇതിൽ. കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ, മഞ്ചേശ്വരം MLA, AKM സതീഷ് സേൽ MLA, അവരെല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് മുൻകൈ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്താനുള്ള സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത് ഇന്നിവിടെ എത്തി നാളേക്ക് ഒരു തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അർജുനും മറ്റു 2 പേർക്കുമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ്. ഇതിനൊരു ഉത്തരം നാളെ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കിട്ടും എന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. നമ്മൾ ഈ തുടക്കത്തിൽ ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകും, നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായി അർജുനെ കാണുക, അത് കുടുംബം ആ രീതിയിൽ പാകപ്പെട്ടും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണോ കുടുംബം പ്രതീക്ഷിക്കുന്നത്? അതെ, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്യാബിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കുടുംബം അങ്ങോട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു തീരുമാനം ഫിക്സ് ചെയ്തിട്ടില്ല. ചിലപ്പം അർജുന്റെ സഹോദരി എല്ലാം വരാൻ സാധ്യത. അർജുന്റെ സഹോദരൻ ഇന്ന് വരും, സഹോദരി നാളെ വരാൻ സാധ്യത ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം കാർവാറിലൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം അറിയുമ്പോൾ ഏതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ജിതിൻ ഇവിടെ മനസ്സിലാക്കുന്നത്? അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് എന്റെ അടുത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയതിനു ശേഷം ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിൽ അത് 10 ദിവസം എന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുടുംബം വലിയ പ്രതീക്ഷയുണ്ട്. ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. അതെ, ആ ഒരു പ്രതീക്ഷ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം കളക്ടർക്ക് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ അവർ ലോറി ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തായിരിക്കും ഇനീഷ്യൽ സെർച്ചിങ് നടക്കുക. അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ തിരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
എൽദോ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ലോറിക്കരികിലേക്ക് എത്തുക, ക്യാബിനകത്ത് അർജുൻ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടായിരിക്കണം ഈ അപകട സമയത്ത് എന്ന ഒരു ദൗത്യ സംഘവും അതാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ ക്യാബിനിലേക്ക് ലോറി പുറത്തേക്ക് എടുത്ത് ക്യാബിൻ പരിശോധിക്കുക. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നേരത്തെയൊക്കെ കുടുംബം പറഞ്ഞതാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ അർജുന്റെ ഒരു അവസ്ഥ അങ്ങനെ കാണാൻ പറ്റുമോ എന്നതാണ്. അതാണ് കുടുംബം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അർജുന്റെ സഹോദരി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ശനിയാഴ്ചയോടുകൂടി എത്തും. എന്തായാലും തിരച്ചിൽ നാളെ രാവിലെ മുതലായിരിക്കും ആരംഭിക്കുക. ഇന്ന് വൈകിട്ടോടുകൂടി ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയുടെ സമീപത്ത് എത്തിക്കും. ഏതായാലും കാർവാറിൽ നിന്നും ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഈ ഗംഗാവലി പുഴയിലേക്ക് ശിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ പുറപ്പെട്ടിട്ടുണ്ട്. 10 മണിക്കൂറാണ് സമയം പറഞ്ഞത്. അത് ഇവിടെ സമുദ്രതീരത്ത് അവർ എത്തി അവിടെ നങ്കൂരമിട്ടതിന് ശേഷം വൈകിട്ട് വേലിയിറക്ക സമയം നോക്കി മാത്രമേ ഗംഗാവലി പുഴയിലേക്ക് വരും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഒന്ന് ഒരിക്കൽ കൂടി പോയാൽ ഇതാണ് ഏറ്റവും പുതിയ ഈ ശിരൂരിൽ നിന്നുള്ള ദൃശ്യം. ഒരുപാട് പേരാണ് ഇതുവഴി യാത്ര. മുംബൈ നമുക്കറിയാം, ഇത് മുംബൈ പാതയാണ്. ഒരുപാട് പേരാണ് ഇവിടെ എത്തുന്നതും ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നതും. അല്പസമയം മുമ്പ് വരെ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ പോലീസ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മലയുടെ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴും ഒന്ന് കാണാവുന്നതാണ്. ഈ മല ഇപ്പോഴും ഇടിഞ്ഞ് വീഴാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു അപകട മേഖലയായാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ CCTV ക്യാമറ ഒക്കെ സ്ഥാപിച്ച് പോലീസ് സുരക്ഷ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അധിക സമയം നിൽക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിൽ, ഈ ദൗത്യം വലിയ തോതിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും. ഒപ്പം ഇത് ഏറ്റവും അവസാനമായി നടത്തുന്ന ഒരു ദൗത്യമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന 1 കോടി രൂപ വാടകയ്ക്കാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തെരച്ചിൽ ഒരു പക്ഷേ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു ഉത്തരമുണ്ടാകും. എന്തായാലും നിർണായകമായ ഒരു തെരച്ചിൽ എന്ന് പറയാം. അത് ഏറ്റവും അവസാനമായി നടത്തുന്ന ഒരു തെരച്ചിൽ എന്ന് പറയാം. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ജഗന്നാഥിനെയും ലോകേഷിനെയും. അർജുന് പുറമെ അത് കന്നഡിഗരാണ്. അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദേശീയ പാതയൊക്കെ ഉപരോധിക്കുന്ന രീതിയിൽ വലിയ സമ്മർദ്ദം കർണാടക സർക്കാരിന്റെ മേലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ തെരച്ചിലുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ലോറിക്കരികിലേക്ക് ക്യാബിനിലേക്ക് അർജുൻ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. അതിനൊപ്പം ഇതേ സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് ഈ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഈ അപകടത്തിന് വ്യാപ്തി കൂടുതലുണ്ടായ ഒരു പ്രദേശമാണ്. ഇവിടെ ഉണ്ടായ കടയൊക്കെ കാണാനേ ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇവിടെയാണ് ഈ തെരച്ചിൽ നടത്തുക. ഈ വളരെ ശാന്തമായി കിടക്കുന്നു. മാത്രമല്ല മൺകൂനകൾ കൂടുതൽ പ്രകടമാവുന്നുണ്ട്. ആദ്യമൊക്കെ ആ മൺകൂനയുടെ മുകൾ ഭാഗം മാത്രമായിരുന്നു. അതായത് ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥ അനുകൂലമാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോഴും ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ കുറേ തടസ്സങ്ങളില്ല. അവിടെ ഒരു പാലമുണ്ട്. ആ പാലം മറികടന്ന് വേണം ഡ്രഡ്ജർ എത്തിക്കാൻ. അതിന് വേലിയിറക്കത്തിനെ കാത്തിരിക്കണം. വെള്ളം വീണ്ടും താഴണം. ഇത്തരമൊരു സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും ഇത്തരത്തിൽ കാർവാറിൽ എത്തിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടു. കാരണം ചെറിയ കാറ്റ് പോലും കടൽ മാർഗം ഇത് വരുമ്പോൾ അത് വലിയ തടസ്സമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഇല്ലാതെ തന്നെ ഇത് കാർവാറിൽ എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കൃത്യസമയത്ത് നേരത്തെ കമ്പനി അധികൃതർ ഏത് തരത്തിലാണോ വ്യക്തമാക്കിയത് ആ സമയത്ത് തന്നെ കാർവാറിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ദൗത്യത്തിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായി പറയാൻ കഴിയുന്നത്. ഇനി ഇങ്ങോട്ടും ഇവിടത്തേക്ക് എത്താനും അതുപോലെ തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് വൈകിട്ട് 4 മണിക്ക് ശേഷം ആ വേലിയിറക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേലിയിറക്ക സമയത്തായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഇല്ല എന്ന് തന്നെയാണ് ഈ ഡ്രഡ്ജർ കമ്പനി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സമയത്ത് കൃത്യമായി എത്താൻ പറ്റും. കാരണം അതിനൊക്കെ ഉള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ നടത്തിയിരുന്നു. കൂടാതെ നേവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കോ അതല്ല നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഏതെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ. പക്ഷേ ആ കാര്യത്തിലൊന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് നേവിയും പറയുന്നത്. നേവി ഏറ്റവും പ്രധാനം ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരിക്കൽ കൂടി വേണമെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ പോകാം. ഇവിടെയാണ് ആ ലോറി ഉള്ള സ്ഥലം. ഇവിടെയാണ് ഡ്രഡ്ജർ സ്ഥാപിച്ച് അവിടെ ഒരു മാർക്ക് ചെയ്ത് നേവി കൃത്യമായി വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ആദ്യം അവിടെയുള്ള മണ്ണും ചെളിയുമൊക്കെ കല്ലുമൊക്കെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്ത്
അവിടെ ലോറി ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുക. ഇതാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസം അതിനുള്ളിൽ തന്നെ ഈ ഒരു നമ്മൾ 2 മാസത്തിലധികമായി ചോദിക്കുന്ന ഒരു ചോദ്യം, എവിടെയാണ് അർജുന്റെ ലോറി എവിടെയാണ് എന്ന ഒരു വലിയ ചോദ്യം, അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഏതായാലും ഈ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് കാറ്റും അടിയൊഴുക്കും അതൊക്കെ പരിശോധന നടത്തിയിരുന്നു. അതെല്ലാം വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, നല്ല വെയിലാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. മാത്രമല്ല നിറമൊക്കെ നേരത്തെ മണ്ണ് നിറഞ്ഞാണെങ്കിൽ വളരെ വ്യക്തതയുള്ള ഒരു വെള്ളം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ കുടുംബത്തിന്റെ അവരുടെ ഏറ്റവും അവസാനമായി ഒരു മറ്റ് അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ നടത്താൻ അർജുന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗം കണ്ടെത്തുക എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒന്നുകൂടി പോയാൽ ആ പാലം നമുക്ക് കാണാം. ആ ഒരു പാലമാണ്, ഈ പാലം കടന്നാണ് ഇത്തരത്തിൽ ഈ ഡ്രഡ്ജർ കടന്നു വരേണ്ടത്. അതിന് കൃത്യമായ വീതിയും അതൊക്കെ അവർ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. അതിന് വലിയ തടസ്സങ്ങളൊന്നും നിലവിൽ ഇല്ല. മാത്രമല്ല ഈ അരികിലൂടെയാണ് ഇത് വരിക. ഇവിടെ നല്ല ആഴമുണ്ടെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ അവർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞതും. എന്തായാലും ഡ്രഡ്ജർ ഒരു 9:30-10 മണിയോട് കൂടി തന്നെ ഇതിന് തൊട്ടടുത്ത് അഴിമുഖത്ത് എത്തും. അവിടെ അത് നങ്കൂരമിടും. പക്ഷേ വൈകിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് അവർക്ക് പുറപ്പെടാൻ പറ്റൂ എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേലിയിറക്ക സമയത്ത് കൃത്യമായി ഈ ടഗ് ബോട്ടും ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ സമയം തെരഞ്ഞെടുത്തതും. എന്തായാലും ഇന്ന് തെരച്ചിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും തെരച്ചിൽ നടത്തുക. നാളെ രാവിലെ മുതൽ NDRF-ഉം SDRF-ഉം പോലീസും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. അതേ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഒരു തെരച്ചിൽ ഉണ്ടാകും. അതിന് ഇന്നലെ കാർവാറിൽ ചേർന്ന യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനവും ഉണ്ടായിരിക്കുന്നു. ഏതായാലും AKM അഷ്റഫ് MLA ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന് കേരളത്തിൽ നിന്നും എത്തിയ MLA എന്ന നിലയിൽ ഏകോപനം നടത്തുന്നത്. ഒപ്പം ജില്ലാ ഭരണകൂടം ഇതിന് മേൽനോട്ടം വഹിക്കും. നേവി ആയിരിക്കും തിരച്ചിൽ നടത്തുക. ഏതായാലും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തന്നെയായിരിക്കും അത് സംബന്ധിച്ച തെരച്ചിലൊക്കെ മുന്നോട്ട് പോവുക. അത്തരത്തിൽ ഈശ്വർ മൽപ്പയുടെ ഒരു ആവശ്യം നിലവിലില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി വരേണ്ടതുണ്ട്. എന്തായാലും തിരച്ചിൽ നടത്താനുള്ള വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇതിനൊരു ഉത്തരം ഇനി ഒരു പക്ഷേ തിങ്കളാഴ്ചക്കകം തന്നെ ഈ ലോറി പുറത്തേക്കെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഏതായാലും കാലാവസ്ഥ വരും ദിവസങ്ങളിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമല്ല, അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ്. ഈ ഡ്രഡ്ജർ ഏതായാലും ഈ കാർവാറിൽ നിന്നും ഇത്തരത്തിൽ ഈ ഗംഗാവലി പുഴയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുമുണ്ട്. 10 മണിക്കൂറാണ് അതിന്റെ സമയം അവർ പറയുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ എത്തിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ 7 മണിയോടുകൂടി എല്ലാ സംവിധാനങ്ങളുള്ള തിരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ ബൈജു, അതുപോലെ നമ്മുടെ ഈശ്വർ മാൽപ്പെ വരുന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ കാര്യത്തിൽ കാർവാറിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ഉയർന്നിരുന്നു. നിലവിൽ നേവി വ്യക്തമാക്കുന്നത് അവരുടെ സംവിധാനങ്ങൾ ഇപ്പോൾ അടിയൊഴുക്ക് തീരെയില്ല. നേരത്തെ 7 നോട്ട്സ് ഒക്കെ ആയിരുന്നു. അതായത് മനുഷ്യ സാധ്യമല്ലാത്ത രീതിയിൽ വലിയ തോതിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2 നോട്ട്സിനും താഴെ അത്രത്തോളം അടിയൊഴുക്ക് കുറഞ്ഞൊരു സാഹചര്യമാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തന്നെ ആ കാര്യങ്ങൾ, അതായത് ഇത് ഏറ്റവും പ്രധാനം, ഈ ലോറി മണ്ണിൽ നിന്ന് പൂണ്ടുകിടക്കുന്ന ലോറി ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അതിന് മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അതിന് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അത് ഇനി ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് ഇതിൽ തെരച്ചിൽ നടത്തേണ്ട ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വർ മൽപ്പയുടെ സേവനം താൽക്കാലികമായി ഉണ്ടാകില്ല. അത്തരത്തിൽ ഈശ്വർ മൽപ്പയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവർ വിവരം അറിയിച്ചിട്ടില്ല. ഒരു പക്ഷേ നാളെ കഴിഞ്ഞോ ആയിരിക്കും ഈശ്വർ മൽപ്പയൊക്കെ സേവനം ഉണ്ടാവുക. കാരണം ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിച്ചാൽ അതിനുശേഷം കുറച്ച് സമയം ഈ ടഗ് ബോട്ട് ഇവിടെ ഉറപ്പിക്കുന്നതിനും മറ്റുമായി കുറച്ച് സമയമെടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യും. ഇതിന് ലോറിക്ക് മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഈ ലോറി ഉയർത്തുക, അതാണ് ഇത് ഏറ്റവും പ്രധാനം. നമ്മളത് കാർവാറിൽ കണ്ടതാണ്. കാർവാറിലെ ആ പാലം തകർന്നു വീണ് ഒരു ലോറി വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളവിടെ നേരിട്ട് പോയതാണ്. ആ സമയത്ത് ഏത് രീതിയിലാണോ ആ ലോറി പുറത്തേക്ക് എടുത്തത് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക. ആ രീതിയിൽ തന്നെയായിരിക്കും
സംവിധാനങ്ങൾ ഒരുക്കുക. ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ വീഴ്ച, ഏതെങ്കിലും തരത്തിൽ ഒരു ഉദാസീനത കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDRF ആയിരിക്കും ഇതിന് നേതൃത്വം വഹിക്കുക. പക്ഷേ നേവി ആയിരിക്കും തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ ലോറിയുടെ കയർ, മരത്തിനൊക്കെ കെട്ടിയിരുന്ന വലിയ കയർ, 25 മീറ്ററോളമുള്ള കയറൊക്കെ കിട്ടിയ സ്ഥലമാണ്. ലോറി കൃത്യമായി ഈ ചായക്കട നിന്നിരുന്ന സ്ഥലത്ത് ഇവിടെ പാർക്ക് ചെയ്ത ലോറി ഈ വെള്ളത്തിൽ പതിക്കുകയും ആ മണ്ണിനടിയിലേക്ക് പൂണ്ടുപോയിരിക്കും എന്നതാണ് നേവി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് ഏതായാലും ഇനി നാളെ ഒരു ഉച്ചയോട് കൂടി തന്നെ അതിനൊരു ഉത്തരം ലഭിക്കും. പിന്നീട് ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഏതായാലും 2-3 ദിവസത്തെ ദൗത്യം കൊണ്ട് തന്നെ ഇതിന് ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ, ഉറപ്പായും എന്തായാലും ബൈജു തുടരുക. അവിടെ ഡ്രഡ്ജർ പരിശോധന, അവിടെ തെരച്ചിലൊക്കെ ആരംഭിക്കുമ്പോൾ ബൈജു അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. തൽക്കാലം ഇപ്പോൾ ബൈജുനെ ഫ്രീ ആക്കുന്നു അല്ലേ? ഓക്കെ. നമ്മളിനി നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ഇന്ന് വിചാരണ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ജാമ്യം നൽകണമെന്ന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രോസിക്യൂഷനോട് വിചാരണ കോടതി നിലപാട് തേടും. അതിനുശേഷമായിരിക്കും ജാമ്യം ഉത്തരവ് പുറപ്പെടുവിക്കുക. നവമി ദിനേശാണ് ചേരുന്നത് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. പൾസർ സുനി ഇന്ന് വിചാരണ കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് വിവരം. എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു? വെരി ഗുഡ് മോർണിംഗ് എൽദോ കൃഷ്ണേന്ദു. പൾസർ സുനി ഇന്ന് വിചാരണ കോടതിയെ അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചിക്കൻ പോക്സ് ആയതിനാൽ പൾസർ സുനി കോടതിയിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഈ പൾസർ സുനി തന്നെ വിചാരണ കോടതിയിലെത്തി ജാമ്യ അപേക്ഷ നൽകണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കോടതിയിൽ എത്തില്ല. പകരം അഭിഭാഷകനായിരിക്കും കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകുക. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ഒരു വാദം കൂടി കേൾക്കേണ്ടതുണ്ട്. കാരണം ഇത് ഒരു ജാമ്യ വ്യവസ്ഥ കൂടി കോടതിക്ക് ഉത്തരവ് ഇടേണ്ടതുണ്ട്. അങ്ങനെ ജാമ്യ വ്യവസ്ഥ നൽകണമെങ്കിൽ വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കണം. അതിന് പ്രോസിക്യൂഷന്റെ അടക്കം വാദം കേൾക്കേണ്ടതുണ്ട്. ഈ പ്രോസിക്യൂഷന് ഈ ജാമ്യം നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടോ എന്ന് കൂടി വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അപേക്ഷ നൽകിയാൽ നാളെയോ അല്ലെങ്കിൽ ഇന്ന് തന്നെ വിചാരണ ആരംഭിക്കാനോ സാധ്യതയുണ്ട്. കാരണം സുപ്രീം കോടതി പറഞ്ഞത് 2 ആഴ്ചയ്ക്കുള്ളിൽ ജാമ്യം അനുവദിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി സമയം താമസിക്കാതെ തന്നെ ഇന്നോ നാളെയോ ആയിട്ടായിരിക്കും വിചാരണ നടക്കുക. വിചാരണയ്ക്ക് ശേഷം ഈ ജാമ്യ വ്യവസ്ഥ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കും, സ്വതന്ത്രനാകും. മറ്റ് പരസ്യ പ്രതികരണങ്ങളൊന്നും പാടില്ല എന്ന് ജാമ്യ വ്യവസ്ഥയിലുണ്ടെങ്കിൽ പൾസർ സുനി മാധ്യമങ്ങളെ കാണുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പൾസർ സുനിയുടെ പ്രതികരണം എടുക്കാനോ സാധിക്കുകയില്ല. എന്തായാലും പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് കൂടിയാണ് ബാക്കിയാകുന്നത്. ഇതിൽ പൾസർ സുനി തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു മാഡം ഇതിൽ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്, മാഡത്തിന് വലിയ പങ്കുണ്ടെന്ന് തുടക്കം മുതൽ പറഞ്ഞിരുന്നു. പിന്നീട് അത് അങ്ങനെയില്ല എന്ന് തിരുത്തുകയും ചെയ്തു. പക്ഷെ പിന്നീട് ബാലചന്ദ്ര കുമാർ, അദ്ദേഹം ഇതിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അദ്ദേഹവും പറഞ്ഞിരുന്നു, ഈ ഒരു ദിലീപിന്റെ വീട്ടിലേക്ക്, ആലുവയിലെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ മാഡത്തിന്റെ പേര് ദിലീപും പരാമർശിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണ് വീണ്ടും ഈ മാഡം എന്നുള്ളൊരു പേര് വീണ്ടും ചർച്ചയാകുന്നത്. അങ്ങനെയാണെങ്കിൽ പൾസർ സുനി ആ മാഡം ആരാണെന്നുള്ളത് പുറത്ത് വിടുമോ എന്നാണ് അറിയാൻ സാധിക്കേണ്ടത്. ഒപ്പം മറ്റ് പല കാര്യങ്ങളുണ്ട്, ദിലീപിന് ഇതിൽ കൃത്യമായ പങ്കുണ്ടോ, അങ്ങനെ പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൾസർ സുനിയിൽ നിന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ. എന്തായാലും പൾസർ സുനി ഇറങ്ങിയ ശേഷം സിനിമാ മേഖലയിലെ പല ആളുകളുടെയും ഉറക്കം നഷ്ടമാകുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പൾസർ സുനിയുടെ വിചാരണ, ഈ ജാമ്യ വ്യവസ്ഥയും ഒപ്പം അതിന്റെ ഒരു വിചാരണ കൂടി അവസാനിച്ചാൽ പൾസർ സുനി പുറത്തിറങ്ങും. അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികരണം ഉണ്ടാകുമോ എന്ന് നമുക്കറിയാൻ കഴിയുകയുള്ളൂ. എൽദോ, റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്ന് സമീപിക്കുമോ എന്നുള്ളത് വിചാരണ കോടതിയെ. പൾസർ സുനി എത്തിയാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ നോമി സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ പ്രതികരണങ്ങൾ പൾസറിന്റെ ഭാഗത്തുണ്ടാകും, അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. കാരണം 7 വർഷക്കാലത്തെ ജയിൽ വാസമാണ്, അതിനുശേഷമാണല്ലോ. ഓക്കെ, മറ്റു വാർത്തയിലേക്ക് പോയാൽ ഇനി കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. ശാസ്താംകോട്ട കോടതി കഴിഞ്ഞ ദിവസം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ
കോടതി തള്ളിയിരുന്നു. പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസ് വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, ഈ തെളിവെടുപ്പാണ് ഇനി പ്രധാനം. കസ്റ്റഡി അപേക്ഷയിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ അന്വേഷണ സംഘം? തീർച്ചയായും എൽദോ, കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി കഴിഞ്ഞ ദിവസം ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശാസ്താംകോട്ട കോടതിയാണ് ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. പ്രതികളുടെ രക്തസാമ്പിളുകൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. മനഃപൂർവ്വമുള്ള നരഹത്യയാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമൊക്കെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. എൽദോ, വിനീഷ്, ഒരു കാര്യം കൂടി, ഈ അവിടെ കൂടുതൽ കാര്യങ്ങൾ ഈ ഡോക്ടർ ശ്രീകുട്ടി ആരോപിക്കുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടിയും ഒരുപക്ഷെ ഈ 2 പ്രതികളും ഇപ്പോൾ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സാഹചര്യം കൂടിയാണല്ലോ. അപ്പോൾ അതും ഈ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ടോ, ശ്രീകുട്ടി ഉന്നയിച്ച പരാതികളിലുമൊക്കെ? തീർച്ചയായും എൽദോ, അത്തരത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയാകും നടത്തുക. കാരണം ശ്രീകുട്ടിയുടെ അമ്മ അടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഈ ശ്രീകുട്ടിയെ അജ്മൽ കുടുക്കിയതാണെന്നും മകളുടെ കയ്യിൽ നിന്നും കുറെ പണം കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ആയിരിക്കും ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക. എൽദോ, റൈറ്റ്. എന്നാലും എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക്, വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. പക്ഷേ ഇതിനും ഒരു ചെറിയ ഇടവേളയിലേക്ക് വന്നു ബ്രേക്ക്. സ്വാഗതം വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് നമ്മൾ ഇനി കൂടുതൽ വാർത്തകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാനൊരു അതിഥിയിലേക്ക് കൂടി പോവുകയാണ് അല്ലെ. നമുക്ക് അതിഥിയെ പോവാം. ആരാണ് അതിഥി? ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള, അതായത് ഡബിങ്ങും മ്യൂസിക്കും പാട്ടും പാഷനാക്കി മാറ്റിയ മരിയ ജോണിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. മരിയ, ഗുഡ് മോർണിംഗ്. ഈ ഒരു സിഎക്കാരി ഡബിംഗ് സ്റ്റുഡിയോയിലും പാട്ടിന്റെ പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ അത്യപൂർവമാണല്ലോ. ഈ കോമ്പിനേഷൻ എങ്ങനെ സംഭവിച്ചു മരിയ? ഹായ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞാൻ ആക്ച്വലി ഒരു CA സ്റ്റുഡന്റ് ആണ്. CA പേഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആക്ച്വലി അതിന്റെ ഇന്റർമീഡിയറ്റ് ലെവല് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ പാഷൻ ചെറുപ്പം മുതലേ പാട്ടിനോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ പാട്ടിന്റെ വഴിയിലൂടെ വന്ന് പിന്നെ ഡബിങ്ങിലേക്ക് എത്തിപ്പെട്ട് ഇപ്പോ പാഷൻ മുറുകെ പിടിച്ചങ്ങനെ പോകുന്നു. ഏതാണ് താല്പര്യം? പാട്ടാണോ ഡബിംഗ് ആണോ മുന്നോട്ട് കൊണ്ടുപോകണം? അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണോ? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. ബിക്കോസ് പാട്ടിന് വേണ്ടിയിട്ട് കുറേ കുറേ വർഷങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് പാട്ട് എന്നിലേക്ക് എത്തിയത്. പക്ഷെ ഡബിങ് ദൈവമായിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നതാണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഏതാണ് മരിയ എളുപ്പം? ഈ ഡബിങ് ആകുമ്പോൾ അതിൽ ഒരു ക്യാരക്ടർ ആവണം, ആ സീൻ നമ്മൾ ഉൾക്കൊള്ളണം, അതെ, മോഡുലേഷൻസ് ശ്രദ്ധിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടാകുമ്പോൾ നമുക്ക് ഒരു എന്താ പാട്ടിനുള്ള അഭിരുചി ഉണ്ടെങ്കിൽ, പാട്ടാകുമ്പോൾ ഈണം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കുറച്ചുകൂടി എന്താണ് ഫ്ലെക്സിബിൾ അല്ല. ശരിക്കും പാട്ട് ഫ്ലെക്സിബിൾ അല്ല, പക്ഷെ മറ്റേത് നമ്മൾ ഫ്ലെക്സിബിൾ ആകണം. എന്താണ് മരിയക്ക് എന്താ തോന്നുന്നത്? ഏതാണ് എളുപ്പം? കൈകാര്യം ചെയ്തപ്പോൾ ഈസി തോന്നിയത് ഏതാണ്? എനിക്ക് ആക്ച്വലി രണ്ടും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. ഇപ്പൊ പാട്ടാണെങ്കിലും അതിന്റെ കറക്റ്റ് പിച്ചില് അല്ലെങ്കിൽ കറക്റ്റ് ഈണത്തില് അത് ക്യാച്ച് ചെയ്ത് അതുപോലെ തന്നെ പാടുക, ഓഡിയൻസിലേക്ക് ആ കറക്റ്റ് ഫീൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ്. അതിന്റെ പിന്നിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും അതിന്റെ ലിറിസിസ്റ്റ് ആയാലും എടുക്കുന്ന എഫേർട്ടും വളരെ വലിയൊരു എഫേർട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ അവര് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ മൈക്കിന് മുമ്പിൽ അഭിനയിക്കുക, അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേ ക്യാരക്ടറായി തന്നെ മാറുക, അവർ കരയുമ്പോൾ കൂടെ അതേ രീതിയിൽ തന്നെ കരയുക, അതേ രീതിയിൽ തന്നെ ചിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ രണ്ടും എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ പാട്ടിന്റെയും അതുപോലെ തന്നെ ഡബിങ്ങിന്റെയും ട്രെയിനിങ് എടുക്കുന്നത് എങ്ങനെയാണ് മരിയ?
ട്രെയിനിങ് ആക്ച്വലി ഞാനിപ്പോൾ പാട്ട് 2 കൊല്ലം ഞാൻ കർണാട്ടിക് മ്യൂസിക് പെർസ്യൂ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ഗുരു ഭാരതീയ സംഗീത വിദ്യാലയം, അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ഗുരു ഉസ്താദ് ഫയാസ് ഖാനാണ്. അവിടെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നത്. പിന്നെ ഡബിങ്ങിൽ എനിക്ക് കിട്ടിയ ട്രെയിനിങ് എനിക്ക് ശ്രീജ രവി മാം ആണ് എൻ്റെ ഗുരു. ഡബിങ് കരിയറിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നത് ശ്രീജ മാം ആണ്. മാമിൻ്റെ അടുത്ത് നിന്നാണ് എല്ലാം കണ്ടുപഠിച്ച് ഓരോ ചെറിയ ചെറിയ ബിറ്റ് വോയിസസ് ആയിട്ട് തുടങ്ങി, ചെറിയ ക്രൗഡ് ആംബിയൻസ് റെക്കോർഡിങ്ങിലൊക്കെ കയറി, പിന്നീട് കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാളാക്കിയത് തന്നെ മാമിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്നാണ്. എപ്പോഴാണ് ഈ ഡബിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്? അതായത് ഇങ്ങനെ ഡബിങ്ങിന് കണ്ടപ്പോഴാണ് തോന്നുന്നു അല്ലേ, ശ്രീജ മാമിനെ കണ്ടപ്പോ അല്ലേ? അതെ അതെ, കാരണം മാമിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഡബിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ മാമിനെ ഞാൻ ജസ്റ്റ് എനിക്ക് ഈ ന്യൂസ് റീഡിംഗ് മോഡുലേഷൻ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അങ്ങനെ പുള്ളിക്കാരുടെ അടുത്ത് ചെന്നപ്പോ ഇതുപോലെ മാമിനെ അയ്യോ ആക്ച്വലി ഞാനങ്ങനെ പ്രിപ്പയർഡ് ഒന്നുമല്ല. നിങ്ങൾ ഈ ഒരു ന്യൂസ് റീഡിങ്ങിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹൈ ലെവൽ ഓഫ് മോഡുലേഷൻ ആൻഡ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പിച്ച് അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ കേൾപ്പിക്കുകയാണെങ്കിൽ, നമസ്കാരം, ന്യൂസ് 18 ഇന്ന് ന്യൂസ് 18 അതിഥിയായി എത്തിയിരിക്കുന്നത് മറിയ ജോണിയാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. ഞാൻ ഡബിംഗ് ഒന്നും ചെയ്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. മാമിനെ പോയി മീറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് ഡബിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നമുക്ക് നാളെ ഒരിക്കൽ നോക്കാം. ഓക്കെ മരിയ, ഈ മരിയക്ക് എനിക്കൊന്ന് ചെറുപ്പത്തിൽ പാട്ട് പഠിക്കാൻ പോയി, അതിനിടയിൽ ഒരു വീഴ്ചയ്ക്ക് മൂക്കിന്റെ പാലത്തിന് ഒരു പ്രശ്നം പറ്റി, പാട്ട് പഠിത്തം നിന്നുപോയോ? എന്താ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായില്ലേ? ആക്ച്വലി പാട്ടുപഠിത്തം നിന്ന് പോയതല്ല. എനിക്കൊരു 4-5 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഞാൻ വീണ് മൂക്കിന്റെ പാലത്തിന് വളവുണ്ടായിരുന്നു, സർജറി വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് ആക്ച്വലി എൻ്റെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, കുട്ടിക്ക് സ്ട്രെയിൻ ആയിരിക്കും, ഒന്നും പഠിക്കാനോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും വിടണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷം കഴിഞ്ഞ ഒരു 3-4 വർഷം വരെ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ അടുത്താണ് ഞാൻ തുടങ്ങിയത്. ഒരു 2.5-3 കൊല്ലം ആവുന്നേ ഉള്ളൂ ഞാൻ പാട്ട് പഠിച്ച് തുടങ്ങിയിട്ട്. അതുവരെ അൺട്രെയിൻഡ് ആയിരുന്നു. പാഷൻ മാത്രമേ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഉള്ളിൽ പാഷൻ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് എന്തെങ്കിലും ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുമെന്നാണല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പം നിലവിൽ ഈ ഒരു പാഷനിൽ ഞാൻ ജീവിക്കുന്നത്. ഉറപ്പായിട്ടും ഈ മൂക്കിന്റെ പാലം വളയുന്നത് പ്രശ്നമില്ല. എൻ്റെ മൂക്കിന്റെ പാലം വളഞ്ഞതാ, ഞാൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അതുകൊണ്ട് അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എന്താ ആദ്യം ഏത് പാട്ടാ പാടുക? ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണമല്ലോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സിൽ ഒരെണ്ണമാണ് സിത്താര ചേച്ചി പാടിയ കൺകൾ നീയേ എന്ന് പറയുന്ന ഒരു സോങ്. അപ്പൊ അതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. സോ അത് ഒരു 2 വരി ഞാൻ പാടാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓ, സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ. കൺകൾ നീയേ, കാറ്റും നീയേ, തൂണും നീ, തുറുമ്പിൽ നീ, വണ്ണം നീയേ, വാണും നീയേ, ഊണും നീ, ഉയരും നീ, പല നാൾ കനവേ, ഒരു നാൾ നനവേ, ஏக்கங்கள் தீர்த்தாயே, என்னையே பிழிந்து உன்னை நான் எடுத்தேன், நான் தான் நீ வேறில்லை, முகம் வெள்ளைத்தாள் அதில் முத்தத்தாள் ஒரு வெண்பாவை நான் செய்தேன் கண்ணே, இதழிச்சில் நீர் எனும் தீர்த்தத்தால் அது திருத்தங்கள் நீ செய்தாய் கண்ணே, கண்கள் நீயே, காற்றும் நீயே, தூணும் நீ, துரும்பில் நீ, வண்ணம் நீயே, வானும் நீயே,
അതിഗംഭീരം, ഗംഭീരം മരിയ. ഈ മരിയയുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ്, അവരൊക്കെ നൽകുന്ന പിന്തുണയെ പറ്റി, പാട്ട്, ഡബിങ്, പഠിത്തം, ഇതെല്ലാം കുട്ടി ഇണക്കി പോകണമെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് വേണമല്ലോ. ഉറപ്പായിട്ടും. എൻ്റെ വീട്ടിൽ അപ്പ, മമ്മ, പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ മാരീഡ് ആണ്, അവർക്കൊരു വാവയുണ്ട്. അപ്പ ഓട്ടോ ഓടിക്കുകയാണ്. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ചില്ലറ സപ്പോർട്ടല്ല. ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പാഷൻ എന്താണോ അതിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് അവരിപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് എൻ്റെ മകൾ ഇന്നതാണ് ചെയ്യുന്നത്, ഇന്ന സിനിമയിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന സീരിയലിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന വെബ് സീരീസിലുണ്ട്, ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് ഭയങ്കര പ്രൗഡാണ്. അവരുടെ നമ്മുടെ എല്ലാവരുടെയും റിലേറ്റീവ്സിൻ്റെ മുമ്പിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമാണ്, അഭിമാനമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഈ മലയാളി ഫ്രം ഇന്ത്യയിൽ മറ്റേ നിവിൻ പോളി ചിത്രത്തില് മറ്റേ വാർത്ത വായിക്കുന്ന ഡബ് ചെയ്തത് മരിയാണ് അല്ലേ? അതെ, ചെറിയൊരു ന്യൂസ് റീഡിങ്, ഓസ്ലർ, അതുപോലെ മലയാളി ഫ്രം ഇന്ത്യ, അതുപോലെ ചെറിയ അങ്ങനത്തെ ചില മൂവീസിൽ ന്യൂസ് റീഡിംഗ് ബൈറ്റ്സ് അങ്ങനെയുള്ള ചില അതിൽ വലിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. അതെ അതെ അതെ. അപ്പോ ഇനി മരിയയുടെ സ്വന്തം ആദ്യ ഗാനം അത് ഏത് ചിത്രത്തിലായിരുന്നു, അല്ലെങ്കിൽ മരിയക്ക് പേഴ്സണൽ ഫേവറേറ്റ് സ്വന്തം പാടിയതിൽ ഇപ്പൊ എത്ര പാട്ടുകളായി അതുകൂടെ പറയണേ. ഇപ്പോൾ 3 പാട്ടുകളാണുള്ളത്. പിന്നെ 1-2 പ്രൊജക്ട് വന്നിട്ടുള്ളത് റിവീൽ ചെയ്യാറായിട്ടില്ല. 3 പാട്ടുകൾ ഓൾറെഡി ഇറങ്ങി. 2022 വിചിത്രം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഫസ്റ്റ് സോങ്. 2023 അഭ്യൂഹം എന്ന് പറഞ്ഞ മൂവിയിലെ നെക്സ്റ്റ് വൺ. ആൻഡ് ഇനിയിപ്പോൾ ഇറങ്ങാനുണ്ട് ഒരു പടം, അത് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് സിനിമയുടെ പേര്. സനീഷ് ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിൽ ആ മൂവി എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് അതിൽ ഞാൻ പാട്ടും പാടിയിട്ടുണ്ട്, അതിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. സോ ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് ആൻഡ് പ്ലേ ബാക്ക് സിംഗർ 2 പ്രൊഫഷനിൽ എനിക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ സോ ആ പ്രൊജക്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ വെയിറ്റിംഗ് ആണ്. എനിക്ക് സ്വന്തമായി പാടിയ പാട്ടിൻ്റെയും 2 വരി വേണമായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി ആദ്യത്തെ 2 സോങ്സ് ജുബൈർ മുഹമ്മദ്, ജുബൈർക്കാണ് ആദ്യത്തെ 2 മൂവിയുടെയും മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹമാണ് ആക്ച്വലി ഒരു പാഷനേറ്റ് സിംഗർ എന്ന് പറയുന്ന ഒരു ലേബലിൽ നിന്ന് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് എനിക്കൊരു പ്രൊമോഷൻ തന്ന വ്യക്തി ജുബൈർക്കാണ്. അതിനുശേഷം ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന മൂവിയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഈ സോങ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗോകുൽ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ ഗോകുലേട്ടനാണ്. അപ്പോൾ ഇത് 3 ആക്ച്വലി എൻ്റെ പാട്ടുകൾ. ഓക്കെ, ശരി. അപ്പൊ പാടി തന്നില്ല. എന്തോ 2 പേര് ചോദിച്ചിരുന്നു, ഞാൻ 2 പേര് ചോദിച്ചു. ഓക്കെ തുടങ്ങിക്കോളൂ. ഓക്കെ 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 ഓക്കെ. ആനന്ദമേഘം മേലേ കൺമിന്നിച്ചിമ്മുന്നേ തിരയേറുന്നുള്ളിൽ താനേ തിരികെ പോരും കാറ്റേ മലരിതളുകൾ ഉയരുമുഷസിൽ വീണ്ടും വിടരാ വിരുന്നു വരവായി ഈ കാണും ലോകം സുന്ദരം മനസാകെ മധുരം ചേരണമോ ഈ കാണും ലോകം സുന്ദരം മനസാകെ മധുരം ചേരണം പറയുന്ന പോലെ വളരെ ഹസ്കി ആയിട്ടുള്ള പാട്ടുകൾക്കാണ് തോന്നുന്നു കൂടുതൽ വോയിസ് ചേരുക അല്ലെ? മരിയക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, ആക്ച്വലി എനിക്കത് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു വോക്കൽ റേഞ്ച് വരുന്നത് സ്വീറ്റ് വോയിസസിലുള്ള ഇപ്പോൾ ചിത്ര മാം, ശ്രേയ ഘോഷാൽ മാം, അവരുടെയൊക്കെ വോയിസുകളെ പറ്റി, വോയിസ് റേഞ്ചുകളെ പോലെയല്ല. അതിന് പകരം സിത്താര മാം, സൈനോര മാം, ഉഷാദ് മാം, അതുപോലത്തെ കൈൻഡ് ഓഫ് ഒരു ബോൾഡ് വോയിസ് കാറ്റഗറിയിലാണ് വരിക. ആക്ച്വലി സ്റ്റേജ് പെർഫോമൻസ് എല്ലാം അങ്ങനെ എനർജറ്റിക് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
സ്റ്റേജ് പെർഫോമൻസ് ആക്ച്വലി അധികം ഞാൻ ചെയ്തിട്ടില്ല. 1-2 പെർഫോമൻസ് ജസ്റ്റ് കോറസ് ടീമിലും അങ്ങനെയൊക്കെ നിന്നിട്ടുള്ളൂ. ആക്ച്വലി ഇപ്പോൾ ഡബിങ്ങും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വേറെങ്കിലും മാറാനായിട്ടുള്ളൊരു നിവൃത്തിയില്ല. അത്യാവശ്യം ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കൃപയും കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകൾ എല്ലാ ദിവസവും തന്നെ ഉണ്ട്. നല്ല തിരക്കിലേക്കാണ് മരിയ പോകുന്നതെന്ന് വ്യക്തമായി. അപ്പോൾ മരിയ, എനിക്കും ഈ പറയുന്ന ഡബിംഗ് ഒക്കെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ ഈ പലവട്ടം നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ ഈ കുറെ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പൊ സീരിയൽ അതിനാടകീയമായിരിക്കും, സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംസാരമായിരിക്കും. നിങ്ങളുടെ കാർട്ടൂണും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഈ മൂന്നും ഒന്ന് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഓരോ വരി പറയാൻ പറ്റുമോ? ഏതാ അതിന്റെ ഒരു രീതി, ഒരു വ്യത്യാസം? സിനിമ നാച്ചുറൽ ആണ്, ബട്ട് കാർട്ടൂണൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ധൈര്യം തന്നെ വേണം. ആക്ച്വലി മൂന്നും പറഞ്ഞത് ശരിയാണ്. മൂന്ന് കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. സിനിമ ഓഫ് കോഴ്സ് നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ നാച്ചുറലി എങ്ങനെ സംസാരിക്കുന്നു. ഇപ്പോൾ കൂടുതലും മൂവീസ് എല്ലാം നാച്ചുറലായിട്ട് മതി, നമുക്ക് തീരെ നാടകീയത വേണ്ട, ഡ്രാമാറ്റിക് ആവണ്ട എന്നുള്ളൊരു രീതിയിലാണ് സിനിമ പറയുക. അത് കാലം മാറുന്നതിനനുസരിച്ച് ആ ഒരു ഓരോ ആളുകളുടെയും വ്യൂവേഴ്സിന്റെ കാഴ്ചപ്പാടുകളും മാറുന്നു. അതുപോലെ തന്നെ സീരിയലാണെങ്കിൽ സീരിയലിൽ ഈ പറഞ്ഞ പോലെ കൂടുതലും കുടുംബ പ്രേക്ഷകരാണ് അത് കാണുന്നത്, അമ്മമാരാണ് അത് കാണുന്നത്. അപ്പോൾ സീരിയലിൽ തുടർന്ന് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ സാധാരണ നമ്മൾ ചോദിക്കാണ് നീ എന്തിനിപ്പോ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം സിനിമയിലാണെങ്കിൽ നീ എന്തിനിപ്പോ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്നിടത്ത് സീരിയലിൽ കുറച്ചുകൂടെയും ഒരു ഡ്രാമാറ്റിക് ആയിരിക്കും. നീ എന്തിനിപ്പോ അങ്ങനെ ചെയ്തേ, അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് വരും. അതേസമയം കാർട്ടൂൺ ആണെങ്കിൽ അത് കൊടുക്കുന്ന ക്യാരക്ടർ എങ്ങനത്തെ വോയിസ് ആണെന്നുള്ളത് നോക്കിയിട്ടിരിക്കും. അപ്പൊ ഒരു കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിൽ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തേ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ഒരു കുറച്ച് മെച്ചുവേർഡ് വോയിസ് ആണെങ്കിൽ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തേ, അങ്ങനെ ഉണ്ടാവും. അതിലും കുഞ്ഞു വോയിസ് ആണെങ്കിൽ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തേ, ഇതുപോലെ ഉണ്ടാവും. അത് ഓരോ ക്യാരക്ടർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ വോയിസ് മാറ്റി ചെയ്യുന്നു. ഇത് കേട്ടാൽ മിമിക്രി ചെയ്യൂ? മിമിക്രി ആക്ച്വലി എനിക്ക് അങ്ങനെ വേറെ അധികം വോയിസുകളൊന്നും എടുക്കാൻ അറിയില്ല. ആക്ച്വലി ഞാൻ നമിതന്റെ വോയിസ് ജസ്റ്റ് ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഇതെനിക്ക് അറിയില്ല. ഓ ഷുവർ. നമിത പ്രമോദ് ദുൽഖർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു വിക്രമാദിത്യ എന്ന് പറഞ്ഞ മൂവിയില്. അപ്പൊ അതിലൊരു സീനാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല. ഏതാണ്ടൊക്കെ ആവാൻ വേണ്ടി കൊട്ടും കൊരവേം ഡാൻസും പാട്ടും ഒക്കെ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ, അപ്പൊ ആലോചിക്കാം. പോലീസ് യൂണിഫോം ഇട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്ക്. അപ്പൊ നിന്റേതാ ഈ യൂരോന്റെ പുറകിലിരുന്ന് ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയയിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഞാൻ ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടപ്പോ മനസ്സിലായി, കേട്ടപ്പോ മനസ്സിലായി. ഓക്കെ, അപ്പൊ മരിയ വളരെ സന്തോഷം. അപ്പൊ ബഹുമുഖ പ്രതിഭയാണ്, പാട്ടുകാരിയാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഭിനയിച്ചേ മതിയാകും. അപ്പോ ഒരു അഭിനേത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിമിക്രി ചെയ്യും, ഒന്നും ഒരു മടിയില്ലാതെ ഒരു ട്രൈ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ എല്ലാവിധ ആശംസകളും. അപ്പോൾ വീട്ടുകാരോടൊക്കെ അന്വേഷണം പറയണം, അപ്പായോടും അമ്മയോടും ചേട്ടനോടും കുഞ്ഞുമാവോടും ചേച്ചിയോടും ഒക്കെ. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ മരിയ? പ്രേക്ഷകരോട് എന്താ പറയാ, ഇപ്പൊ മേ ബി ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഒക്കെ എന്നെ പോലെ പാഷനേറ്റ് ആയിട്ട് ഇത് ഒരുപാട് നാളെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകള് പ്രായഭേദമന്യേ ഉണ്ടാവും. അപ്പൊ അവരോട് പറയാനുള്ളത് ക്വിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസം മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു പോയിന്റിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. സോ ഡോണ്ട് ഗിവ് അപ്പ്, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, വർക്ക് ഹാർഡ്. എന്തെങ്കിലും ഒരു ദിവസം അതിന്റെ റിസൾട്ട് കിട്ടും, അത്രേ ഉള്ളൂ. റൈറ്റ്, താങ്ക് യു. അത് തന്നെയാണ് മരിയ പറഞ്ഞ പോലെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക, ഗീവ് അപ്പ്, ഡോണ്ട് ഗീവ് അപ്പ്. അതാണ്, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, മുന്നോട്ട് പോവുക, ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതാണ്. താങ്ക് യു സോ മച്ച് മരിയ. ഒരുപാട് സന്തോഷം മോർണിംഗ് വൈബ്സിൽ അതിഥിയായി എത്തിയതിന്, പാട്ടും മിമിക്രിയും ഡബിംഗും ഒക്കെ ഞങ്ങളെ ഒന്ന് എനർജറ്റിക് ആക്കി മാറ്റിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മരിയ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മരിയ ജോണിയാണ്, സിംഗറാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. നമ്മളിപ്പോ സംസാരിച്ചു വന്നപ്പോഴാണ് കൂടുതൽ മേഖലകളിലൊക്കെ ഉണ്ട് ആള്.
അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് രാജ്യാന്തര വാർത്തകളിലേക്ക് പോകണ്ടേ കൃഷ്ണേന്ദു? ഈ ലെബനനിൽ ഉണ്ടായ സ്ഫോടനം, അത് ആദ്യം ഈ പേജർ വഴിയൊക്കെ സ്ഫോടനം ഒക്കെ പറയുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. എങ്ങനെ ഇത്രയും മാത്രം നെറ്റ്വർക്ക് ആസൂത്രിതമായി ചെയ്യുന്നു എന്നുള്ളതൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. നമ്മളെല്ലാം മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പേജർ പോലുള്ള ഒരു ചെറിയ ഡിവൈസ് എന്തിനു ഉപയോഗിക്കുന്നു, ഇങ്ങനെ ഒരു ചെറിയ ഡിവൈസ് എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ച രീതിയിലുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു ഇന്നലെ നടന്നത്. ഇന്നലെ മെനിഞ്ഞാന്ന് നടന്നതായിരുന്നു ഈ പേജർ സ്ഫോടനം. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ വീണ്ടും ലെബനനിൽ സ്ഫോടനം. 3000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെ ലെബനനിൽ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ. ബുധനാഴ്ച ഉച്ചയോടെ ലെബനനിലുടനീളം ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ച വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ 20 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ മരിച്ചവരുടെ ഫ്യൂണറൽ സമയത്താണ് ഈ വാക്കി ടോക്കികൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഈ വോക്കി ടോക്കികളും ഈ സമാനമായ രീതിയിൽ തന്നെ വലിയൊരു ശൃംഖല നെറ്റ്വർക്കായി തന്നെയാണോ അങ്ങനെയാണ് പ്രവർത്തിപ്പിച്ചത്? പക്ഷെ ഇതിലെങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ ചേർത്തതെന്നോ അങ്ങനെ തുടങ്ങിയുള്ള വിവരങ്ങളും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ പേജറുകൾ ഇത് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇസ്രായേലാണെന്ന് സംശയിക്കുന്നു. ഇസ്രായേൽ ഇതിന് പ്രതികരിച്ചിട്ടില്ല ഇതുവരെയും. അപ്പോൾ ഇസ്രായേൽ ഇതിൽ സ്ഫോടക വസ്തുക്കൾ 1 മുതൽ 2 ഔൺസ് വരെയുള്ള സ്ഫോടക വസ്തുക്കൾ ഈ ഒരു ചെറിയ യൂണിറ്റിൽ വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പേജറുകളിൽ വോക്കി ടോക്കി സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്കിതുവരെ ലഭ്യമല്ല. മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തയുണ്ടോ ഈ ദിവസങ്ങളിൽ? തീർച്ചയായും. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് US ഇലക്ഷനിലേക്ക് ആണ് നമ്മൾ നോക്കുന്നത്. US ഇലക്ഷൻ നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് സംവാദം നടന്നിരുന്നു. അപ്പോൾ ഈ സംവാദത്തിന് ശേഷം കമല ഹാരിസിന് പിന്തുണയേറുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് അഭിമാനം കൊള്ളാം അങ്ങനെയുള്ളൊരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ കമല ഹാരിസിന് 538 പോയിന്റുകളിലാണ് അങ്ങനെ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിരിക്കുന്നത്. അതുപോലെ ഗസയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഗസയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനിടെ 23 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 54 പേർക്കാണ് പരിക്കേറ്റത്. ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 41,272 ആയി. 95,551 പേർക്കാണ് പരിക്കേറ്റത്. അപ്പോൾ അത്രയാണ് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകൾ. റൈറ്റ്. നമ്മളപ്പോൾ ഇനി രാജ്യാന്തര വാർത്തകളിൽ നിന്ന് നമ്മൾ ഇനി പോവുക ഒരുപക്ഷെ ദേശീയ വാർത്തകളിലേക്ക് ആയിരിക്കും. ER രാകേഷ് നമ്മോടൊപ്പം ചേരും. നമുക്ക് ERനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? കം ER. അപ്പോൾ എന്താണ്, ഗുഡ് മോർണിംഗ്. ER ഒരു ലോങ് ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് തിരികെ എത്തിയതാണ്. എന്താണ് ദേശീയ വാർത്തകൾ? പ്രധാനമായി ഒരുപാട് വാർത്തകളുണ്ട്. അതായത് ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ ചർച്ചയാവുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതിപക്ഷം ഇതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒപ്പം ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രി അതിഷി മർലേനോട് സത്യപ്രതിജ്ഞ മറ്റന്നാൾ ഉണ്ടായേക്കും എന്ന് വരുന്നുണ്ട്. ഒപ്പം ജമ്മു കാശ്മീരിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്നലെ അവസാനിച്ചു. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഒപ്പം കൊൽക്കത്തയിൽ RG-കർ ആശുപത്രിയിലെ ഡോക്ടർമാർ സമരം തുടരുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. ഏതായാലും വിശദമായി നോക്കാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്നലെയാണ് കേന്ദ്രമന്ത്രിസഭ ഉന്നതാധികാര സമിതിയുടെ ശുപാർശയ്ക്ക് അംഗീകാരം നൽകിയത്. അപ്പോൾ പ്രതിപക്ഷം ഇതിൽ വ്യക്തമാക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും സർക്കാർ ഒരു സമവായ ശ്രമങ്ങൾക്കുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രി തന്നെ 3 മന്ത്രിമാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികളുമായി ചർച്ചയ്ക്ക് രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ അർജുൻ രാം മേഘ്വാൾ, കിരൺ റിജിജു, ഈ 3 പേരായിരിക്കും പ്രതിപക്ഷ കക്ഷികളുമായി ഇതിന് സമവായത്തിനായുള്ള ചർച്ചകൾ നടത്തുക. ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ചേരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2029 ഇത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ 17 നിയമസഭകളുടെ കാലാവധി ഇപ്പോഴുള്ള 5 വർഷത്തിന് മുമ്പ് അവസാനിക്കേണ്ടി വരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ കർണാടകത്തിൽ 2023 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ കാലാവധി 2028 വരെയാണ്. 28 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പുതിയ സർക്കാരിന് 1 വർഷം മാത്രമാണ് ലഭിക്കുക. അങ്ങനെ ഒരു 10 സംസ്ഥാനങ്ങളെങ്കിലും അത്തരം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് 2026 ഇപ്പോൾ 2026 അധികാരത്തിൽ വരുന്ന സർക്കാരിന് 3 വർഷമായിരിക്കും കാലാവധി ലഭിക്കുക. അത്തരമൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ ഭേദഗതി ഇതിനകത്ത് ആവശ്യമാണ്. അതായത് 3-2 ഭൂരിപക്ഷം ആവശ്യമാണ്. അപ്പോൾ
2/3 ഭൂരിപക്ഷത്തിനുള്ള അംഗങ്ങൾ നിലവിലെ NDAക്ക് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം NDAയുടെ അംഗബലം എന്ന് പറയുന്നത് ലോക്സഭയിൽ 294 നിലവിൽ 360 മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി, അതായത് 2/3 ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആരുടെ പിന്തുണ ലഭിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. 32 രാഷ്ട്രീയ പാർട്ടികളിൽ ഏതാണ്ട് 15-ലധികം പാർട്ടികൾ ഇതിനോട് വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, ഇടത് പാർട്ടികളൊക്കെ തന്നെ ഉന്നതാധികാര സമിതിക്ക് മുമ്പാകെ അവരുടെ അഭിപ്രായം അറിയിച്ചപ്പോൾ വിയോജിക്കുകയാണ് ചെയ്തത്. ഇനി രാജ്യസഭയുടെ കാര്യം വരികയാണെങ്കിലും രാജ്യസഭയിലും NDAക്ക് ഒറ്റയ്ക്ക് NDAക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അവിടെയും ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ അംഗങ്ങളുടെ പിന്തുണ സർക്കാരിനില്ല. അപ്പോൾ അവിടെ ആരുടെ പിന്തുണ ലഭിക്കും എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. ഏതായാലും നിർണായകമായ ചർച്ചകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ഉടൻ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ അതിഷി മെർലേന കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയായുള്ള തീരുമാനമൊക്കെ ആം ആദ്മി പാർട്ടി കൈക്കൊണ്ടത്. ഏതായാലും സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് ഒരു ശുപാർശ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച, അതായത് മറ്റന്നാൾ സത്യപ്രതിജ്ഞ നടത്താം എന്നാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചിട്ടുള്ളത്. ലഫ്റ്റനന്റ് ഗവർണർ കേജ്രിവാളിന്റെ രാജിക്കത്തും ഒപ്പം തന്നെ പുതിയ സർക്കാരിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള കത്തും രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയത് ശനിയാഴ്ച എന്നൊരു തീയതി ഏതായാലും പാർട്ടി നേതൃത്വമോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ മറ്റന്നാൾ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം മുഖ്യമന്ത്രി മാത്രമായിരിക്കുമോ സത്യപ്രതിജ്ഞ ചെയ്യുക, അതോ മറ്റ് പുതിയ മന്ത്രിമാർ കൂടെ ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം മന്ത്രിസഭയിൽ നിലവിൽ ഒഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിമാരും മറ്റന്നാൾ സത്യപ്രതിജ്ഞ ഉണ്ടെങ്കിൽ അത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കശ്മീരിലേക്ക്, ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ വോട്ടെടുപ്പ് നടന്നിരുന്നു. വോട്ടെടുപ്പിൽ കഴിഞ്ഞ തവണത്തിനെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് എന്ന് പറയാം. വലിയ വ്യത്യാസമില്ല എന്നാണ് അവസാന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മു മേഖലയിലാണ് പോളിംഗ് കൂടുതലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജമ്മു മേഖല എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിലൊരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. കശ്മീരിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ കോൺഫറൻസും PDPയും ഒക്കെ തന്നെ വരും. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി, ഒപ്പം തന്നെ എൻജിനീയർ റാഷിദിന്റെ പാർട്ടി അടക്കമുള്ളവർ പിളർത്തുന്ന വോട്ടുകൾ അത് ഇന്ത്യ സഖ്യത്തെ അടക്കം എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാലോചനകൾ, ചർച്ചകൾ, ഒപ്പം തന്നെ കൂട്ടിയും കിഴിച്ചുള്ള കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഒപ്പം തന്നെ രണ്ടാം ഘട്ട പ്രചാരണവും സജീവമായി നടക്കുന്നു. ഇനി കൊൽക്കത്തയിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർമാർ സമരം തുടരുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. രണ്ടാം ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് വാക്കാലുള്ള ഉറപ്പ് പോരാ, എഴുതി നൽകണം എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ. ഈ രാകേഷ്, ഞാൻ ഈ ഒരു രാജ്യം പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചത് സംശയമാണ്. അതായത് ഇതിന്റെ ശുപാർശകളിലെ കൂടുതൽ വിവരങ്ങൾ അധികം പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സായി, അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ഒറ്റ തെരഞ്ഞെടുപ്പ് വരുന്നവരെ കാത്തിരിക്കുകയോ അതോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ? എന്തായിരിക്കും അതിന് പോകാൻ വഴി? തീർച്ചയായും. കാരണം 52 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണ്ട് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഏതാണ്ട് സമാനമായി ഒരുമിച്ച് തന്നെയാണ് നടന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സൈക്കിൾ തെറ്റുന്നത് കേരളത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം കേരളത്തിൽ സർക്കാരിനെ ആദ്യ EMS സർക്കാരിനെ പിരിച്ചുവിടുന്നു, പിന്നീട് കേരളത്തിൽ മാറി. പിന്നീട് 67 ശേഷം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പല ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഈ ചോദ്യം ഏതായാലും പ്രസക്തമാണ്. അക്കാര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ വരും എന്നുള്ള, എന്ത് ശുപാർശയായിരിക്കും ഈ സമിതി നൽകിയിട്ടുള്ളത്, ഒപ്പം അതിനെ ഇനി എങ്ങനെ സർക്കാർ ഏതു തരത്തിൽ നടപ്പാക്കുമെന്നും ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ചർച്ചയാകാറുള്ളത് കേരളത്തിലെ വിഷയങ്ങൾ, സർക്കാരിനെതിരായ വിഷയങ്ങളാണ്. അപ്പോൾ രാജ്യത്ത് ഒന്നടങ്കം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾ ഒരിക്കലും ചർച്ചയാകില്ല. കാരണം ഒരു ഫെഡറൽ സംവിധാനത്തിന് പുറത്ത് രാജ്യത്ത് ആകമാനം വിഷയം മാത്രമായിരിക്കും ചർച്ചയാകുക. അല്ലാതെ ഒരു സംസ്ഥാന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരില്ല എന്ന വാദം കൂടി ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ എന്താണെങ്കിലും വലിയ തോതിൽ ചർച്ചയാകും വരും ദിവസങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ശുപാർശ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി അത് കൂടുതൽ ചർച്ചയിലേക്ക് കടക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സോ മച്ച് രാകേഷ്. നമ്മൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കൂടുതൽ വാർത്തയിലേക്ക് അല്ലേ കൃഷ്ണൻ? വീണ്ടും വാർത്തകളിലേക്ക്. മോർണിംഗ് വെബ് തുടരുകയാണ്. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നു എന്നാരോപിച്ച് മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി DYFI. ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും DYFI പ്രതിഷേധം സംഘടിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ സഹായം ചോദിക്കാൻ തയ്യാറാക്കിയ മെമ്മോറണ്ടത്തിലെ കണക്കുകൾ തെറ്റായി പ്രചരിപ്പിച്ചു എന്നാണ് ആരോപണം. ഇത് ചെലവഴിച്ച തുകയാണ് എന്ന നിലയിൽ മാധ്യമങ്ങൾ കാട്ടിയെന്ന് DYFI ആരോപിക്കുന്നു.
ഇനി തന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്താവന വളച്ചൊടിച്ചതാണ് എന്ന് CPM നേതാവ് P ജയരാജൻ. IS-ലേക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ ഇസ്ലാം എന്ന ഒക്ടോബറിൽ പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലെ ഒരു ഭാഗം സംബന്ധിച്ചാണ് പറഞ്ഞത്. അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങളാണ്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചിലരും ആ വഴി പിന്തുടർന്നെന്നും P ജയരാജൻ വിശദീകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത്, തിരുവോണത്തിന് 5 ദിവസം മുൻപ് വീട് വിട്ടിറങ്ങിയ ഗൃഹനാഥനെ കാണാനില്ല എന്ന് പരാതി. കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി അനി ജോസഫാണ് വീട് വിട്ടിറങ്ങുകയും തുടർന്ന് യാതൊരു വിവരവും ലഭിക്കാതെ ഇപ്പോൾ ആയിരിക്കുകയും ചെയ്യുന്നത്. ദുഃഖിതരായ കുടുംബാംഗങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ട് ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മൈനാഗപ്പള്ളി ഇടവനശ്ശേരിയിലാണ് നമ്മളുള്ളത്. വാറുതുണ്ടിൽ കിഴക്കതിൽ എന്ന ഈ വീട്ടിലെ ഗൃഹനാഥനെ കാണാതെയായിട്ട് ഏകദേശം 9 ദിവസം പിന്നിടുന്നുണ്ട്. ഇതുവരെയും അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. 9-ാം തീയതിയിൽ അദ്ദേഹം ഈ വീട്ടിന്റെ ഈ മുറ്റത്ത് ഈ പടിയിൽ ഇന്ന് സംസാരിച്ചിരിക്കുന്നതായിരുന്നു ഈ വീട്ടിലുള്ളവർ കണ്ടത്. പിന്നെ ഈ വീട്ടിലെ ഗൃഹനാഥ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തോട്ട് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും കാണാതെ അദ്ദേഹം ഇവിടെ നിന്നും നടന്നു പോയതായിട്ട് ഇവിടെ വീട്ടിലുള്ള ഇവിടുത്തെ അച്ഛൻ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേച്ചി, ശരിക്കും വളരെ ദുഃഖിതരാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ. എന്താണ് പോലീസ് പരാതി നൽകിയോ? നൽകി. പെട്ടെന്ന് പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. കടബാധ്യതകളോ വഴക്കുകളോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞിരുന്നോ പുള്ളി നേരത്തെ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പനി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം, എന്തെങ്കിലും കടബാധ്യത ഒന്നുമില്ല. പിന്നെ വണ്ടി ഏതെങ്കിലും ലോണും ഉണ്ട്, അത് ഞങ്ങൾ അടച്ചോണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കടങ്ങളും ബാധ്യതകളും ഒന്നുമില്ല. പോലീസ് എന്താണ് പറഞ്ഞത്? പോലീസ് പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അവരെ കൊണ്ടാവുന്ന പോലെ അവർ അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. 9-ാം തീയതിയിൽ ഈ വീട് വിട്ട് ഇറങ്ങുന്നു ഇവിടുത്തെ ഗൃഹനാഥൻ. അന്നത്തെ ദിവസം തിരിച്ചു വരും എന്ന് കരുതി ഇവർ കാത്തിരുന്നു. തിരിച്ചു വരാതെ ആയപ്പോഴാണ് ഇവർ തൊട്ടടുത്തുള്ള ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പരാതി നൽകിയിട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത്, അല്ലേ ചേട്ടാ? ശരിക്കും നമ്മളന്ന് വൈകിട്ട് 10 മണിയോടുകൂടി സ്റ്റേഷനിൽ പോവുകയും ഒരു 11 മണിക്കകത്ത് നമ്മൾ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് SI സാറിൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ ചെയ്യാം, 1 മണി 1:30 ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭരണിക്കാവ്, ചക്കോള്ളി, പതാരം ആ റൂട്ടിലെല്ലാം കറങ്ങി വെളുപ്പിന് 3 മണിയായപ്പോഴത്തേക്കാണ് നമ്മളിവിടെ വന്നത്. അതുവരെയും വിവരമൊന്നും കിട്ടിയില്ല. അടുത്ത 2 ദിവസങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ഇതുവരെ ഇന്നേവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. തൊട്ടടുത്ത ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അന്വേഷിച്ചു. ബന്ധുക്കളുടെ വീടുകളിലെല്ലാം അന്വേഷിച്ചു. പള്ളികളിൽ അന്വേഷിച്ചു. മണ്ണർകാട് പള്ളിയിൽ പോയിരുന്നു ഒരാഴ്ച മുന്നേ. ആ പള്ളികളിലും അന്വേഷിച്ചു. ബാക്കിയെല്ലാം ഇതുവരെ ഒരു മെസ്സേജുകൾ നമുക്ക് വന്നിട്ടില്ല. വീട്ടിലെ അനി ജോസഫ് ഇവിടെ നിന്നും പോകുന്നതായിട്ട് വീട്ടിലെ ഗൃഹനാഥൻ അപ്പച്ചൻ കണ്ടു, അല്ലേ അപ്പച്ച? അപ്പൊ എങ്ങനെയായിരുന്നു കണ്ടത്? ഇവിടെ ഞാൻ ഈ ഇതുപോലെ നിൽക്കുമ്പം അപ്പം ഇങ്ങോട്ട് വടക്കോട്ട് പോന്ന കണ്ട് മറ്റേ പടിയാട്ടാവുന്ന മുറക്കാൻ പിടിക്കാൻ പോന്നെ. അങ്ങനെ ഞാൻ കണ്ടുള്ളൂ. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറയത്തില്ല. എന്നൊന്നും ഉച്ചപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. തിരിച്ചു വരുമെന്ന് കരുതിയായിരുന്നല്ലേ പെട്ടെന്ന്? വൈകിട്ട് പോലെ 6 മണി വരെ കാത്തിരുന്നു. ഇപ്പം വരും. ഇപ്പം അത് സാധാരണഗതിയിൽ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പോയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഇല്ലില്ല. അപ്പോഴേക്ക് വരും. കടയിൽ പോയാൽ അന്നേരം മുറിച്ച് അവിടെ വന്നിട്ട് ചിലപ്പോൾ പോച്ചക്ക് ആകുമ്പോൾ പോച്ചക്ക് പോകും. അതേ ഉള്ളൂ. അനി ജോസഫിന് 2 മക്കളാണുള്ളത്. അവർ 2 പേരും പഠിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ പെട്ടെന്ന് തന്നെ ഈ ഗൃഹനാഥൻ വീട്ടിലേക്ക് വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തെ കണ്ടെത്തണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വിനീഷ്, News 18, കൊട്ടാരക്കര. എത്രയും പെട്ടെന്ന് തന്നെ ആ ഗൃഹനാഥനെ കണ്ടെത്താൻ കഴിയട്ടെ. കുടുംബത്തിന്റെ ആശങ്ക അത് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കും, അല്ലേ? ഇനി ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിക്കും അമ്മയ്ക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം ഈ ഓണക്കാലത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അധ്യാപക സംഘടനയായ KSTA. കണ്ണൂർ പാനൂർ ഉപജില്ലയിലെ കുന്നോത്തുപറമ്പിലെ അമ്മയ്ക്കും മകൾക്കും ആണ് വീട് നിർമ്മിച്ചു നൽകിയത്. KSTA ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരമാണ് നിർമ്മാണം. കണ്ണൂർ ജില്ലയിലെ 13ാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് മുളയാത്തോടിൽ നടന്നത്.
നിർധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് തികച്ചും സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്യും. അധ്യാപക മേഖലയിൽ നിന്ന് വിരമിച്ചവരുടെയും സഹായമുണ്ട്. കെ ശൈലജ MLA വീടിന്റെ താക്കോൽ കൈമാറി. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇത് 13ാമത്തെ വീടാണ് KSTA നിർമ്മിച്ചു നൽകുന്നത്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി കൊണ്ട് മാത്രം വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വളരെ പെട്ടെന്ന് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോഴാണ് നിരവധി പുരോഗമന സംഘടനകൾ മുന്നോട്ട് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA എടുത്തിട്ടുള്ള തീരുമാനമാണ്. അഭിമാനകരമായ അവസരമെന്ന് ഭാരവാഹികൾ. ഞങ്ങൾ ഇന്ന് 13ാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, ഇനിയും 2 വീടുകൾ കൂടി താക്കോൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൈമാറും. എല്ലാ സബ് ജില്ലയിലും ഒരു വീട് എന്നതാണ് സംഘടന വെച്ചിട്ടുള്ള നിർദ്ദേശം. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട് പൂർത്തീകരിക്കാനായി എന്നുള്ളത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യകരമായ സംഭവം തന്നെയാണ്. കാരണം ഒരു സംഘടന എങ്ങനെയാണ് സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിക്കാണിക്കാനാവുക എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പദ്ധതി ഇവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ദേവസ്മിതയും അമ്മ ചന്ദ്രികയും. വീടൊരു സ്വപ്നമായിരുന്നു, മോളെയും കൊണ്ട് കഷ്ടപ്പെടുന്നായിരുന്നു. വീട് അധ്യാപകരെല്ലാവരും കൂടി വീട് യഥാർത്ഥമാക്കി തന്നു. ന്യൂസ് 18 കണ്ണൂർ. അപ്പോൾ കൃഷ്ണേന്ദു, സുനിമോൾ, ബെന്നറ്റ്, നാരായൺ വേങ്ങശ്ശേരിയൊക്കെ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. സുനിമോൾ പറയുന്ന സുനിമോൾ എല്ലാ ദിവസവും പറയാറുണ്ട്. മരിയ ജോൺ നമ്മുടെ അതിഥിക്ക് എല്ലാ ആശംസകളും നേരുന്നുണ്ട് സുനി. ഇനി ബെന്നറ്റും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഓക്കെ, നാരായൺ വേങ്ങശ്ശേരി പറയുന്നത് നെഗറ്റീവ് നെറേറ്റീവ്സ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടീസ് വിൽ നോട്ട് ബി എ ബ്ലോക്ക് ടു വൺ കൺട്രി വൺ പോൾ. എന്നാലും ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനൊക്കെ അനുകൂലിക്കുന്ന പ്രേക്ഷകരാണ് നാരായൺ വേങ്ങശ്ശേരിയൊക്കെ. നമുക്ക് എന്നാലും അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും മുന്നോട്ട് ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി യൂട്യൂബിലും ഫേസ്ബുക്കിലും കമൻറ്റ് ചെയ്യുന്നതിൽ. ഓക്കെ, ഇനി ഒക്ടോബർ 1 മുതൽ മലയാള സിനിമയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും നിർമ്മാതാക്കൾ കത്തയച്ചു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്ന അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ കരാർ ഒപ്പിടണമെന്നും കരാറിന് പുറത്ത് പ്രതിഫലം നൽകില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. നവമി ദിനേശ് ചേരും. നവമി, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കരാറ്, അതായത് സേവന വേതന കരാറ് മുൻപ് തന്നെ സിനിമാ മേഖലയിൽ നിലനിന്നിരുന്നു. പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെടാത്ത തരത്തിലായിരുന്നു. ഈ കരാറിൽ പല സിനിമാ താരങ്ങളും ഒപ്പിടാത്ത സാഹചര്യം, അല്ലെങ്കിൽ മറ്റ് സംഘടനയിലെ മറ്റംഗങ്ങൾ ഒപ്പിടാത്തൊരു സാഹചര്യത്തിലൊക്കെ പലപ്പോഴും ഈ കരാറ് പ്രാബല്യത്തിലാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയും അതിന് പിന്നാലെ ഉള്ള വലിയ ചർച്ചകളും, ഒപ്പം ഹേമ കമ്മിറ്റിയിൽ തന്നെ ഈ വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നിലപാട് കടുപ്പിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഫെഫ്കയ്ക്കും അമ്മയ്ക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിലെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ഇവരെല്ലാവരും തന്നെ ഈ ഒരു കരാറിൽ ഒപ്പിടണം. അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈ ഒരു കരാറിൽ ഒപ്പിടണം. ആ കരാറിൽ പറയുന്ന അടിസ്ഥാനത്തിലുള്ള വേതനം മാത്രമേ നൽകുകയുള്ളൂ. അത് കരാറിലില്ലാത്ത അധിക തുക ആവശ്യപ്പെട്ടാൽ അത് നൽകുകയില്ല. ഈ കരാറിൽ ഒപ്പിടാതെ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുകയോ പിന്നീട് സംവിധായകരോ അല്ലെങ്കിൽ സിനിമയിലെ അഭിനേതാക്കളോ കൂടുതൽ പണം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഒത്തുതീർക്കുവാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള ഈ ഒരു കരാറിൽ അതിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ സിനിമ ആരംഭിക്കുക പാടുള്ളൂ. അങ്ങനെ സിനിമ കരാറിൽ ഒപ്പിടാത്ത പക്ഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേതനത്തിന്റെ പേരിൽ ഒരു തർക്കമുണ്ടായാൽ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീർക്കുകയില്ല എന്നുകൂടിയാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ സിനിമാ മേഖലയിലെ തന്നെ വലിയ രീതിയിൽ ലഹരി ഉപയോഗം ഉണ്ടാകുന്നു എന്നുള്ള ഒരു തരത്തിലുള്ളൊരു വാർത്ത ഇതിനു മുൻപ് തന്നെ നമ്മൾ പുറത്തുവിട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ലഹരി ഉപയോഗത്തെ കുറിച്ച് വിലക്ക് നേരിടുകയും അതിനെക്കുറിച്ച് പരാമർശങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണം അതിന് ഇരയാകുകയോ അല്ലെങ്കിൽ അങ്ങനെ ലൈംഗിക ചൂഷണം നടത്തുകയോ ചെയ്താൽ അവർക്കെതിരെയും തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയ ഈ ലെറ്ററിൽ പറയുന്നുണ്ട്. റൈറ്റ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യമാണ്. അത് അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ലെറ്റർ നൽകിയിട്ടുണ്ട്. കരാർ നിർബന്ധമാക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നാണ്.
ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ ഇന്നലെ തൃശ്ശൂരിൽ പുലിക്കളിയുടെ ആരവമായിരുന്നു, ആവേശമായിരുന്നു. എത്ര ഭംഗിയായിരുന്നു അറിയോ. ചിലപ്പോൾ ചില 7 ദേശങ്ങളുണ്ടായിരുന്നത്. കിരീടം നേടിയത് വിയ്യൂർ ആണ്. വിയ്യൂർ യുവജന സംഘമാണ്. 2 ടീമുണ്ടായിരുന്നു വിയ്യൂരിൽ തന്നെ. അതിൽ യുവജന സംഘമാണ് കിരീടം നേടിയത്. പുലികളിക്ക് പുറമെ പുലിക്കൊട്ടിലും പുലിവേഷത്തിലും യുവജന സംഘം ഒന്നാമതെത്തി. പുലിക്കളിയിൽ രണ്ടാമതെത്തിയ കാനാട്ടുകര അച്ചടക്കത്തിലും ടാബ്ലോയിലും പുലിവണ്ടിയിലും 1ാം സ്ഥാനം നേടി. വാശിയേറിയ പുലിക്കളി മത്സരത്തിൽ പെൺപുലികളും കുട്ടിപ്പുലികളും അടക്കം ഇത്തവണ 7 സംഘങ്ങളിൽ നിന്ന് ഏതാണ്ട് 357 പുലികളാണ് അണിനിരുന്നത്. പോയ വർഷത്തേക്കാൾ ആവേശജലമായിട്ടാണ് തൃശൂരുകാർ ഇത്തവണ പുലിക്കളിയെ സ്വീകരിച്ചത്. കഴിഞ്ഞ തവണ 5 ദേശങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ 7 ദേശങ്ങളാണ് പുലിക്കളിക്കിറങ്ങിയത്. ഇത്തവണ ഫ്ളാഗ് ഓഫ് ചെയ്തത് പാട്രായ്ക്കൽ ദേശത്തിനാണ്. ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് പാട്രായ്ക്കൽ ദേശം പുലിക്കളിക്കിറങ്ങിയത്. മുടങ്ങുമോ എന്ന് കരുതിയ പുലിക്കളിയാണ് അതിഗംഭീരമായി ഇന്ന് തൃശൂരിൽ അരങ്ങേറിയത്. അത് മാത്രമല്ല, നിശ്ചല ദൃശ്യങ്ങളിൽ വയനാടിനെ ചേർത്ത് പിടിക്കാനും ദേശങ്ങൾ മറന്നില്ല. തന്നെ ആവേശം ഒട്ടും ചോരാതെയാണ് ഇത്തവണ പുലിക്കളിയും ഇവിടെ നടന്നത്. രാവിലെ മുതൽ രാത്രി വരെയും മണിക്കൂറുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ അവസാന ദേശത്തെ പുലിക്കളിയും പോയതിനു ശേഷമാണ് ഇവിടെ നിന്നും ജനങ്ങൾ പിരിഞ്ഞത്. എന്തായാലും ഇനി അടുത്ത വർഷത്തെ പുലിക്കളിക്കായുള്ള കാത്തിരിപ്പാണ്. തൃശ്ശൂരിൽ നിന്നും ടീം ന്യൂസ് 18. ഓക്കെ, ഐഷത്തുൽ ഷംനയും അശ്വതിയും അപ്പം CV അനുമോദുമാണ് ഇന്നലെ പുലിക്കളിയുടെ ആരവം നമ്മളിലേക്ക് പങ്കുവച്ചത് ചേർന്നത്. ഇനി അതേ സമയത്ത് തന്നെ തൃശ്ശൂരിൽ പുലിക്കളിയുടെ ആരവമായിരുന്നെങ്കിൽ അങ്ങ് പമ്പയിൽ അവിടെ ഓളപ്പരപ്പിൽ മറ്റൊരു ആവേശപ്പോരുണ്ടായിരുന്നു അല്ലേ? പമ്പാ നദിയുടെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തുഴയെറിഞ്ഞ ഉത്രട്ടാതി മത്സരം വള്ളംകളിയിൽ A ബാച്ചിൽ കോയിമ്പ്രം പള്ളിയോടം, B ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. A ബാച്ചിൽ 33 പള്ളിയോടങ്ങളും B ബാച്ചിൽ 16 പള്ളിയോടങ്ങളുമാണ് പങ്കെടുത്തത്. A, B ബാച്ചുകളിലായി നടന്ന മത്സരങ്ങളിൽ 49 പള്ളിയോടങ്ങളാണ് പമ്പാ നദിയിൽ മാറ്റുരച്ചത്. ആചാരപ്പെരുമയോടൊപ്പം ദൃശ്യവിസ്മയം തീർത്ത ജലഘോഷയാത്രയ്ക്ക് പിന്നാലെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. എത്ര മനോഹരമായി കടന്നു പോകുന്നു. അതേ ലോകത്ത് ഒരിടത്തും കാണാൻ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇതാ ഭഗവാന് നിവേദ്യമായി അതേ ആ തിരുനാമ്പുകള്, ആ ദൈത്യങ്ങള്, ആ പ്രകാശങ്ങൾ പരത്തിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങള് ഈ സായം സന്ധ്യയില്. നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമം അനുസരിച്ചായിരുന്നു ഇത്തവണത്തെ മത്സര വള്ളംകളി. ഇടക്കുളം, കൊറ്റാത്തൂർ, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി എന്നിവർ ഏറ്റുമുട്ടിയ B ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിന് വിജയം. A ബാച്ച് ഫൈനലിൽ കോയിപ്രം പള്ളിയോടം മന്നം ട്രോഫി ജേതാക്കളായി.
മത്സര വള്ളംകളിയോടനുബന്ധിച്ച് നടന്ന വിവിധ ചടങ്ങുകളിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, പ്രമോദ് നാരായണൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികൾക്ക് പള്ളിയോടം സേവാസംഘം പ്രസിഡന്റ് സാംബദേവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. ബസ് മുത്തശ്ശന് രാജകീയ റീ എൻട്രി നൽകുകയാണ് വിദ്യാർത്ഥികൾ. ഇടുക്കി രാജകുമാരി MGM ITIയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെർസിഡസ് ബെൻസ് ബസിന് പുതുജീവനേകിയത്. ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത്. രാജകുമാരി MGM ITIയുടെ ഗാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തശ്ശനെ ആരും ഒന്ന് നോക്കി നിന്നു പോകും. പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1962 തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിൽ ഓട്ടം ആരംഭിച്ചത്. 1965 KSRTCയുടെ ഭാഗമായി KLX 604 എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി. 1978 രാജകുമാരി ITI ബസ് സ്വന്തമാക്കിയത്. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു. സാർമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പെയിന്റും സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ 4-5 പേരെല്ലാം കൂടി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്ത് ഇത്രയാക്കിയെടുത്തു. 1 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ബസ് നവീകരിച്ചത്. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് വീണ്ടും നവീകരിക്കാനായി. ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നമ്മൾ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തത്. ഇതിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇതിന് നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇതിന് ഇൻഡിക്കേറ്ററുകളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഹെഡ്ലൈറ്റ് മാത്രമാണ് ഇതിനുള്ളൂ. പുറകിൽ ബ്രേക്ക് ലൈറ്റ് ഉള്ളൂ. ഇതിൻ്റെ ക്യാബിനിൽ കയറി നോക്കിയാൽ കാണാം, അവിടെ ലൈറ്റുകളൊന്നുമില്ല. അത്രയ്ക്കും പഴമയുള്ളൊരു വണ്ടിയാണ് ഇത്. കേരളത്തിന്റെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം. നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കുകയാണ് MGM ITI അധികൃതർ. ന്യൂസ് 18 ഇടുക്കി. എന്തായാലും അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ആ കുട്ടികൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി കണ്ണൂർ KSRTC. മിതമായ നിരക്കിലാണ് ടൂർ പാക്കേജ്. ചെറിയ നിരക്കിൽ ടൂർ പാക്കേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന KSRTC ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലും ചുരുങ്ങിയ നിരക്കിൽ പാക്കേജ് ഒരുക്കിയിരിക്കുകയാണ്. 3 നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടുന്നതാണ് പാക്കേജ്. പദ്ധതിയുടെ ആദ്യ യാത്ര കണ്ണൂർ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ പ്രകൃതി പഠനയാത്രയുമായി ബന്ധപ്പെട്ട് പൈതൽമല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്കായിരുന്നു. KSRTC ചീഫ് ട്രാഫിക് ഓപ്പറേഷൻ നോർത്ത് സോൺ V മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികൾക്ക് വലിയ സന്തോഷം നൽകുന്നതായിരുന്നു യാത്ര. ന്യൂസ് 18 കണ്ണൂർ. ഫാം ടൂറിസം ഫാം സ്കൂൾ പദ്ധതിക്ക് ഒരുങ്ങി പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവും നടക്കുന്ന കേന്ദ്രത്തിൽ 5 കോടി രൂപയുടെ നവീകരണമാണ് നടപ്പാക്കുന്നത്. കൃഷിവകുപ്പിന് കീഴിലുള്ള പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡ് നവീകരണത്തിന് വഴിയൊരുങ്ങി. ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയതിനെ തുടർന്നാണ് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. കർഷകർക്ക് കൂടുതൽ ഗുണകരമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്ന വിധം ഫാം ടൂറിസം, ഫാം സ്കൂൾ എന്നീ പദ്ധതികളും ആവിഷ്കരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് യോഗം ചേർന്നു. ഒരു കാലത്ത് പട്ടാമ്പിയിലും പരിസര പ്രദേശത്തും കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോത്സാഹനം നൽകിക്കൊണ്ട് കർഷകരുടെ കൂടെ നിന്ന ഒരു വലിയൊരു സ്ഥാപനമാണ്. അപ്പം അത് പട്ടാമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ്. അതിനെ നവീകരിച്ച് ഏറ്റവും ആധുനികവൽക്കരിക്കുക എന്നതാണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നവീകരണം നടത്തുക. കേന്ദ്ര ഓർച്ചാർഡിൽ ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവുമാണ് പ്രധാനമായും നടക്കുന്നത്.
25 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വ്യത്യസ്ത ഇനം ഫലവൃക്ഷ തൈകൾക്കും മറ്റുമായി സമീപ ജില്ലകളിൽ നിന്നുമുള്ളവരും ഇവിടെ എത്തുന്നുണ്ട്. തൈ ഉൽപാദനത്തോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനാവശ്യമായ പദ്ധതികളും നടപ്പാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യം. നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് തത്തകൾ വ്യാപകമായി നാശം വിതയ്ക്കുന്നത്. കൂട്ടമായ ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന തത്തകൾ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കകളാണ് തിന്ന് നശിപ്പിക്കുന്നത്. മാവടിയിലെയും സമീപ മേഖലകളിലെയും ഏലം കർഷകർക്ക് നിലവിൽ കൃഷിഭൂമിയിലെ ജോലികൾ ചെയ്യാൻ സമയമില്ല. പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കി എങ്ങനെയും തത്തകളെ തുരത്താനുള്ള തത്രപ്പാടിലാണിവർ. മുൻവർഷങ്ങളിലും തത്തകൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നില്ല. ഇത്തവണയാണ് വിളനാശം കൂടുതൽ. 1 മാസം മുമ്പാണ് ഇത്തവണ തത്തകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. നിലവിൽ 100 കണക്കിന് തത്തകളാണ് വിവിധ മേഖലകളിൽ എത്തുന്നത്. വിളവെടുപ്പിന് പാകമായതും അല്ലാത്തതുമായ ഏലക്കായ ഇവ തിന്ന് നശിപ്പിക്കും. ഏലത്തിന്റെ ചുവട്ടിൽ ഏലക്കായ അവസര സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം 2-3 വർഷം മുമ്പ് എൻ്റെ പറമ്പിൽ ഇത് നമുക്കതൊക്കെ സ്ഥലം ഏലക്കൃഷിയുള്ളൂ. അതിൻ്റെ പറമ്പിൽ ഒരു വൈസയോട് ചേർന്ന് 2 വർഷം മുമ്പ് എന്തോ ഏലക്കായ ഇങ്ങനെ ഇതുപോലെ പൊട്ടിച്ചിട്ടേക്കുന്നത് കണ്ടു. അപ്പം ഞാൻ പകല് നിരീക്ഷിച്ച് പഠിച്ചപ്പം തത്തയാണ് ഇതിന് പിന്നിൽ, തത്തയാണ് ഇത് കളയുന്നതെന്ന് ബോധ്യപ്പെട്ടു. അന്ന് 5-10-15 ചെടിയിലെ കളഞ്ഞിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഇത് തത്തയാന്ന് ആർക്കൊരു വിചാരമില്ല. തത്ത നിലത്തിറങ്ങില്ല, തത്ത ഇങ്ങനെ കളയില്ല എന്നൊക്കെ വിചാരമായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ വർഷം ഇത് വ്യാപകമായിട്ട് വന്നില്ല. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം 8-15 ചെടിയൊക്കെ കളഞ്ഞുള്ളൂ. കഴിഞ്ഞ വർഷം അതിരിയില്ല ഓരോക്കെ തത്തയൊക്കെ ഇറങ്ങി ഈ ഏലക്ക കളഞ്ഞു. പക്ഷെ എന്താ പറമ്പിൽ വാഴക്കല മുഴുവൻ തീർത്തുപോയി. അന്നേരം തത്തയൊരു ദോഷം ചെയ്യുന്ന ഒരു ജീവിയായിട്ടൊന്നും ആൾക്കാരും കണ്ടിരുന്നില്ല. പക്ഷേ ഈ വർഷം ഇപ്പോൾ 1 മാസമായിട്ട് 1 മാസം മുമ്പ് തുടങ്ങി ഇവിടെ ഈ ഏലം മാത്രങ്ങൾ ഇപ്പം വാഴക്കലൊന്നും വേണ്ട, ഒരു സാധനവും വേണ്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ തത്തശല്യമുണ്ട്. ഏലത്തോട്ടത്തിലെ വലിയ മരങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക. കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കും. പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമല്ല. ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങളിലേക്ക് പറന്നുയരുന്ന ഇവ കർഷകർ മാറിയാൽ ഉടൻ തന്നെ തിരികെ എത്തും. പൂർണ്ണമായും ഇവയെ തുരത്താനാവില്ലെങ്കിലും കൃഷിയിടത്തിന് ചുറ്റും വലിയ ശബ്ദമുയരുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. റൈറ്റ്. അപ്പോൾ മോർണിംഗ് വൈബ്സ് ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ സെലിബ്രേഷൻസിലേക്കാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ ന്യൂസ് 18 പങ്കുവെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബർത്ത്ഡേ വിഷ് നൽകുകയാണ്. ശ്രുതി ജയഭരതനാണ്. ഹാപ്പി ബർത്ത്ഡേ ശ്രുതി. ശ്രുതി ജയഭരതൻ അരുൺ എന്നയുടെ വൈഫാണ്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീം അംഗമാണ് അരുൺ. അപ്പോൾ ശ്രുതിക്ക് നല്ലൊരു ബർത്ത്ഡേ ആശംസിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ അഗൈൻ ശ്രുതി. വെരി ഹാപ്പി ബർത്ത്ഡേ ശ്രുതി. അനിരുദ്ധാണ് മറ്റൊരു ബർത്ത്ഡേ മിടുക്കൻ. 12ാം വയസ്സാണ് അനിരുദ്ധ്. വലിയോടെ സ്വദേശിയാണ് അനിരുദ്ധ് ഇപ്പൊ നമ്മോടൊപ്പം തത്സമയമുണ്ട്. അനിരുദ്ധ്, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനിരുദ്ധ്. ഇവിടെ ഫോണിൽ നോക്ക്, ടിവിയിൽ നോക്കണ്ട. ഹാപ്പി ബർത്ത്ഡേ. ഹായ്. എവിടെയാ പഠിക്കുന്നേ? ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ? അവധിയായി പോയില്ലോടാ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് ഒന്ന് ഷൈൻ ചെയ്യായിരുന്നു അല്ലേ? കുഴപ്പമില്ല. ഡ്രസ്സാണോ ഇട്ടിട്ടിരിക്കുന്നത്? പുതിയ ഉടുപ്പാണോ? ആണോ? അപ്പൊ സ്കൂൾ തുറക്കുമ്പോ എങ്ങനെയാ? ഫ്രണ്ട്സിന് ചെലവ് ചെയ്യോ? ട്രീറ്റ് ഉണ്ടോ? അടിപൊളി. ആരൊക്കെ വീട്ടില് ബാക്കില് നോക്കുന്നുണ്ടല്ലോ? അവിടെ ആരാ അത്? അപ്പൂപ്പനും അമ്മൂമ്മയാ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് അനിരുദ്ധ്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്. ഓക്കെ. എത്ര ക്ലാസ്സിലാണ്?
7ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവിധ ആശംസയും മംഗളങ്ങളും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനിരുദ്ധ്. താങ്ക് യു സോ മച്ച്. അനിരുദ്ധിന്റെ 12ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അനിരുദ്ധിന് എല്ലാവിധ വിഷും നേരുകയാണ്. അപ്പോൾ ന്യൂസ് 18-ലൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, നെയിം, ഡേറ്റ്, ഫോൺ നമ്പർ. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. അപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷത്തോടുകൂടി നമ്മൾ ഈ മോർണിംഗ് ബസ് പൂർത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമ്മൾ സജീവമായി തന്നെ നിൽക്കും. 9 മണിക്ക് വാർത്ത ആരംഭിക്കും. തൽക്കാലത്തേക്ക് മോർണിംഗ് ബസ് ഫൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.